കത്രീനെ. എന്താ മെലുവിനെ കാണാത്തത്? ഇത്രയും സമയമായില്ലേ? അവ ഇതുവരെ എത്തിയില്ലേ? ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് അവൻ അറിയാവുന്നതല്ലേ? എന്താ ഇത്രയും ലൈറ്റ് ആവുന്നേ? ഇച്ചായ ഞാനതെ വിളിച്ചിരുന്നു, അവൻ ഇപ്പൊ എത്തുന്നാ പറഞ്ഞേ. അല്ല അപ്പച്ചാ, ഇച്ചായൻ്റെ ഇതുവരെ എത്തിയില്ലേ? ഇല്ല, അവൻ ഇതുവരെ എത്തിയിട്ടില്ല. അല്ല, നീ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയോ? നാളെ പള്ളിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയല്ലോ അല്ലേ? ആ അപ്പച്ചാ, വണ്ടിയെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. എടാ മോനെ, യൂഞ്ചു എവിടെ? മോളെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട് പപ്പാ. എൻ്റെ യൂഞ്ചു, നീ എന്തിനാ ഈ തിരക്കിൽ ഇങ്ങനെ നടക്കുന്ന വയറും വെച്ചിട്ട്? അവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ? ഇന്നൊരു ദിവസം നടന്നെന്ന് വെച്ചിട്ടേ ഒന്നും സംഭവിക്കത്തില്ല. ഇന്നേ എൻ്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണമാണ്. ഒന്ന് മാറിന്നേ. അതിൽ പറഞ്ഞ ആ ഒരു വാക്ക് കേൾക്കത്തില്ലല്ലോ. അമ്മച്ചി ഒന്ന് ശ്രദ്ധിച്ചോളനെ. ഞാൻ പുറത്തേക്ക് പോയിച്ച് വരാം, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ആടെ മക്കളെ, അമ്മച്ചി നോക്കിക്കോളാം, നീ പോയച്ചും വാ. ഈ പിള്ളേരോരോ കാര്യങ്ങൾ. കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ വിചാരം. ഈ ചെക്കൻ ഇത് എവിടാണെന്നാവും, കാണുന്നുമില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കിയേക്കാം. ഹലോ അപ്പാ, ഞാൻ ഡ്രൈവിലാ, ഓൺ ദ വേ, ഇപ്പം എത്തും. ഓ, ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിലും നിനക്ക് നിന്റെ കുടുംബത്തെക്കാൾ വലുത് നിന്റെ പ്രൊഫഷൻ ആണല്ലോ. എൻ്റെ മാനുവൽ ചായോ, ഞാനിപ്പം അങ്ങെത്തും, കലിപ്പിടാതെ. നീ ഇത് എവിടായിരുന്നോ ചെറുക്ക? അപ്പം ഇതേ അവിടെ ദേഷ്യപ്പെട്ടിരിപ്പ. ഒന്നില്ലെങ്കിൽ നീയല്ലേ കൊച്ചിൻ്റെ മൂത്തിച്ച. എന്നെ പല കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളതല്ലേ, എന്നിട്ട് നീ തന്നെ ഇങ്ങനെ വൈകി വന്നാലോ? എൻ്റെ പൊന്നും അമ്മ, കുറച്ച് ഡേയ്സ് ഇനി ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണ്ട എനിക്ക് വരാൻ. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. പിന്നെ ട്രാഫിക് ബ്ലോക്കും. ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവേണ്ടേ നിങ്ങളുടെ പൊന്ന് കെട്ടിയോന്? ഒന്ന് സോപ്പിട്ട് പറഞ്ഞുകൊട്. ഓ, വന്നോ? നിനക്ക് കുറച്ച് നേരത്തെ വന്നൂടെ? ഒന്നില്ലെങ്കിലും നിന്റെ പെങ്ങളുടെ കല്യാണമല്ലേ? അത് തന്നെ അപ്പോൾ ഞാൻ ഈ പറയണത്. ഞാൻ ഇനി കുറച്ച് ഡേയ്സ് ഓഫീസിൽ പോകത്തില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേച്ചും വേണ്ട എനിക്ക് വരാൻ. അപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, മെർവിനെയെല്ലാം ഏൽപ്പിച്ചുകൂടായിരുന്നോ? പിന്നെ ഒഴിവിന് ഞാനെല്ലാം ചെയ്ത് വെച്ചേച്ചിട്ടില്ലേ പിന്നെ ബാക്കി കാര്യങ്ങൾ. അത് ഞാൻ വന്നാൽ ചെയ്യത്തില്ലേ? അതിലിങ്ങനെ കലിപ്പിടണോ? ഒരു കല്യാണമല്ലേ, അതതിൻ്റെ വഴിക്കങ്ങ് നടക്കും. ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാനേ ഉള്ളൂ, അതിനാണ് അപ്പൻ ഇത്ര തിരക്ക്. അതങ്ങ് നടക്കും അപ്പാ, ഞങ്ങളൊക്കെ ഇല്ലേ? എടാ മോനെ, ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ചടങ്ങേൽപ്പിച്ച വെച്ചാൽ അന്നെന്താ തിരക്കുണ്ട്, അതുകൊണ്ട് ചടങ്ങിന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മറ്റാരെങ്കിലും നോക്കാനാ പറയുന്നേ. ഓ, ഒരു കോളല്ലേ, അത് ഞാൻ ചെയ്തേക്കാം. അതിനാണോ ഈ മനുഷ്യൻ ഇങ്ങനെ മുഖം കയറ്റി നടക്കുന്നത്? ഡൊമിനിക്കിനെയല്ലേ, അത് ഞാൻ വിളിച്ചേക്കാം. ആദ്യം നീ ആ കുഞ്ഞിനെ ഇങ്ങ് തന്നിട്ട് പോയി ഫ്രഷ് ആവുക, എന്നിട്ട് വിളിച്ചാൽ മതി. ഓക്കെ മമ്മ, ഒന്ന് ഫുഡ് എടുത്ത് വയ്ക്കുമോ? ഞാൻ ഫ്രഷായി വന്നാൽ കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല അളിയ, എന്താ നിനക്ക് കെട്ട് നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു? എന്തു പറ്റി? എനിക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കായി. വിചാരിച്ചതല്ലെന്നേ, തലയിൽ കയറ്റി വെച്ച് തന്നതാ വികാരിയച്ഛൻ. നീ ഇതൊക്കെ ഈ അവസാന നിമിഷം വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എന്താ ഇതിനൊരു പോകും വഴി? നീ ഒന്ന് പറ. അപ്പനാണെങ്കിൽ ഫുൾ കളിപ്പിട്ട് നടക്കുവാണ്.
നീ ഒരു കാര്യം ചെയ്തോ. നിന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അവനും ഇതൊക്കെ അത്യാവശ്യം പഠിച്ചതൊക്കെയാ. പിന്നെ നിനക്കറിയാവുന്ന ആളാ, നിന്റെ മെറിവിന്റെ മാരേജ് നടത്തിയില്ലേ അവൻ. ഞാൻ ജസ്റ്റ് ഒരു നോട്ടം കണ്ടിട്ടേ ഉള്ളൂ. അന്ന് പിന്നെ അവൻ്റെത് ഇടിപിടിയെന്ന് വെച്ചിട്ടല്ലായിരുന്നോ കെട്ടൊക്കെ, അതുകൊണ്ട് ശരിക്കും അങ്ങ് കാണാൻ പറ്റിയിട്ടില്ല. പള്ളി പോയാൽ കാണാൻ പറ്റുമോടാ? എന്താ ചെയ്യണ്ടേ? ഓ ആണോ, ഓക്കെ. നിനക്ക് ഞാൻ അവന്റെ നമ്പർ അയക്കാം, നീ ഒന്ന് വിളിച്ചു നോക്ക്. എന്തായാലും ഇന്നിനി വേണ്ട, അവൻ തിരക്കിലാവും. നാളെ രാവിലെ വിളിച്ചു നോക്ക് നീ. എന്നാൽ ഓക്കേടാ, നീ വാട്സപ്പ് ചെയ്യും നമ്പർ. ഇന്നിവിടെ ഹൽദി നടക്കുമല്ലേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, ശരി എന്നാട്ടോ. ഹൈഷ്, ഇച്ചയുടെ പൊന്ന് സുന്ദരായിട്ടുണ്ടല്ലോ. നീ എന്താടി മഞ്ഞളിൽ കുളിച്ചിരിക്കുവാണോ? വേണ്ട വേണ്ട, സോപ്പൊന്നും വേണ്ട. ഇച്ചായനാണ് പറഞ്ഞത്, ഇച്ചായൻ. ഒരേ ഒരു പെങ്ങളുള്ളൂ. ആ പെങ്ങളുടെ പരിപാടിക്കെങ്കിലും ഒന്ന് നേരത്തും കാലത്ത് വന്നൂടെ? ഇവിടെ എല്ലാവരും തിരക്കുന്ന. ഇച്ചായനാണെങ്കിൽ എവിടെയോ പോയി കിടക്കുന്നു. ജോലി ജോലി ജോലി, എപ്പോഴും ഇത് മാത്രമേ വിചാരമുള്ളൂ. അങ്ങനെ പറയല്ല പൊന്നാ, ഇച്ച തിരക്കിലായി പോയിട്ടല്ലേ. നിൻ്റെ കെട്ടായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ഓഫീസിൽ. എല്ലാം ചെയ്ത് ഒതുക്കിയിട്ടല്ലേ ഇച്ച വന്നേക്കുന്നേ. വാ, നിൻ്റെ പരാതിയും പരിഭവങ്ങളൊക്കെ നമുക്ക് അങ്ങ് കളിച്ച് ഉല്ലസിച്ച് അങ്ങ് തീർത്തേക്കാം. വാ. നാളെ ഞാൻ പോവാ എന്നെ കൊണ്ട് ക്ഷമിച്ചേക്കുന്നു. അയ്യോ, വയ്യ. അല്ല, എൻ്റെ ഫോൺ എവിടെ? ഇനി അങ്ങോട്ട് പോയാൽ ആ ഭദ്രകാളിയിൽ നിന്ന് വെട്ടിക്കൊല്ലും. വേണ്ട, ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് നാളെ സോപ്പിടാം, അതാണ് നല്ലത്. മക്കളെ മെൽവനെ എണീറ്റ്, ഇനി കിടന്ന നീ ലേറ്റാവും. എണീക്ക് എണീക്ക്. മമ്മ, എണീറ്റ് പതുക്കെ തട്ട്, അച്ചുറങ്ങുക. അപ്പയുടെ പൊന്ന് ഉറങ്ങിക്കോട്ടോ. വേട്ടാ വിളിച്ചിക്ക് മെസ്സേജ് അയക്കണോ കോൾ ചെയ്യണോ? മെസ്സേജ് വേണ്ട, കോൾ ചെയ്യാം, അതാണ് നല്ലത്. എവിടെ ഫോൺ? അടിപൊളി, കോൾ എടുക്കുന്നില്ല. എന്താ സാധനം കെട്ടിനെങ്കിലും പള്ളിയിൽ വരുവാവോ? എനിക്കറിയാം. അച്ചൂസേ വരുവാടാ, എൻ്റെ പാറുമ്മ വന്നാ നന്ന്. അല്ല, ഫാദറിനെ വിളിക്കണ്ടേ? വിളിച്ചോക്കാം. ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല, ഇതാരാണ്? ഞാൻ ഫാദർ ഡൊമിനിക്ക് പറഞ്ഞിട്ട് വിളിക്കുമായിരുന്നു. അപ്പം പറഞ്ഞായിരുന്നു ഇന്നലെ. അപ്പൻ കസിനാന്നല്ലേ പറഞ്ഞേ? ഹലോ, അവിടെ ഇല്ലേ? ഹലോ. ഉണ്ട്. അല്ല, ഡൊമിനിക്കിൻ്റെ കസിനാന്നല്ലേ പറഞ്ഞേ? അല്ല, ഈ അപ്പം വിളി ഒരു മാച്ചാകുന്നില്ല, അതാ ചോദിച്ചേ. അങ്ങനെ കസിനൊക്കെ തന്നെയാണ്. അത് എൻ്റെ പാരൻസൊക്കെ സ്റ്റേറ്റിലാണ്. അപ്പോൾ എന്നൊരു പാരൻ്റെ സ്ഥാനത്ത് നോക്കുന്നത് അപ്പനാണ്. എൻ്റെ എൽഡർ ബ്രദറാണ് ആൾ, അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ. അപ്പൻ വെഡ്ഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല, ഒന്ന് പറഞ്ഞുതരാമോ? അതെല്ലാം ഞാൻ കപ്പേൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്, മേടിച്ചോളൂ. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോ? വേണ്ട, ഞാൻ കപ്പിയാരോട് മേടിച്ചോളാം. എന്നാൽ ഒന്ന് നമുക്ക് വെളി വെച്ച് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, ശരി, എന്നാൽ കാണാം. അതാരാ വരുന്നേ?
ഡി ഇങ്ങോട്ട് വാടി. എന്താ എന്നാടി നിന്റെ മുഖത്തിന് ഇത്ര കണം? ഒന്നുമില്ല. ഇന്നലെ എന്നെ കാണാഞ്ഞിട്ടാണോ? എന്തേ ഈ സൈഡോ? അല്ല, മുഖത്തോട്ട് നോക്കടി. മാറിന്നേ, എനിക്ക് പോണം. അങ്ങ് മാറി നിൽക്കുന്നേ. നീ ഇപ്പം എങ്ങോട്ടും പോണില്ല, ഇവിടെ നിൽക്കാം. ഓഹോ, അതെ പാറൂസേ, എടി ഇന്ന് എൻ്റെ കൊച്ചിന് സൗന്ദര്യത്തിൽ കൂടിയിട്ടുണ്ടല്ലോ. ആ എന്നെ സാരി കൊടുത്ത് വശീകരിക്കാൻ ഇറങ്ങിയേക്കുവാണോ? ആണെങ്കിൽ ഷൂ എന്നാ സ്മെല്ലടി. ആരോ നീ എന്നെ കുളിച്ചോടി. എടി ഇങ്ങനെ കിടന്ന് ആട്ടാതെ, എൻ്റെ പെങ്ങളെ കല്യാണമാണ്, നാട്ടാരെ കേൾക്കും. ഓ, കണക്കായിപ്പോയി. അത് കയ്യിലിരിപ്പിനാ കിട്ടിയേ. ഐശ്വരി ഇപ്പം അങ്ങനെയായോ? എന്നാ വരില്ല, നിന്നെ കണ്ട എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. മോനിപ്പോൾ സുഖം കിട്ടിയോ? പിന്നെ വല്ലാണ്ട് അങ്ങോട്ട്. മോള് ചെല്ല്. അച്ചു നിന്നെ തിരക്കിയിരുന്നു. പിന്നെ മാർക്കിയും അവള് ഗ്രീൻ റൂമിലുണ്ട്, അങ്ങോട്ട് ചെല്ല്. ഓക്കെ ടച്ചു. പോകുന്ന കണ്ടില്ലേ കുരുപ്പ്. എടാ മോനെ മെൽവിനെ, അവിടെ കെട്ടു തുടങ്ങാറായി. നീ ഇങ്ങ് വേഗം വന്നേ. ആ വരുന്നപ്പാ, ഞാൻ ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കട്ടെ. അപ്പം ചെല്ല്, അപ്പനല്ലേ മുന്നിൽ നിൽക്കണ്ടേ. ഞാൻ വരുന്നു. ഓ എന്തോരം തിരക്കാത്. അച്ഛനൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങേരെന്താണ് അങ്ങോട്ട് തിരിഞ്ഞ് പട്ടിപാടി, ഇങ്ങേക്കൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞൂടെ? എടാ മെൽവിനെ, ഒന്നിങ്ങ് വന്നേ. ഓ ഈ ജോസഫേട്ടൻ വിളിക്കാൻ കണ്ട ഒരു സമയം അങ്ങനെ കണ്ടെന്ന് വിചാരിച്ചതാ. അപ്പോഴാ എപ്പോഴേലും കാണാൻ ചാൻസ് കിട്ടും, അപ്പം കാണാം. ഇപ്പം എനിക്ക് വിധിയില്ലാതെ ഞാൻ അങ്ങ് വിചാരിച്ചോളാം. ആ വോയിസ് കേട്ടപ്പോൾ എന്തോ കാണണമെന്ന് വല്ലാണ്ട് അങ്ങ് ആഗ്രഹിച്ചു പോയി. പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പാ അപ്പൻ്റെ പിന്നെ പോവാണോടാ? നീ ഇത്രയും വലുതായത് ഞാൻ ഇന്നാ അറിയുന്നേ. അയ്യേ, എന്തിനാ ഈ കരയുന്നേ? എൻ്റെ മോൾക്ക് എപ്പോൾ എന്നെ കാണണമെന്നുണ്ടെങ്കിലും അപ്പോൾ ഓടി വരില്ലേ, പിന്നെ എന്തിനാ ഈ കരയുന്നേ? മതി മതി അപ്പൻ്റെ മുകളിലെ സ്നേഹപ്രകടനം. ഇതേ കൊച്ചെ, ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നും അവിടെ കാണിച്ചേക്കരുത്. വേറെ വീടാ എന്നൊക്കെ ഓർക്കണം, കേട്ടല്ലോ? എന്നാ നീ ഇറങ്ങാൻ നോക്ക്. ഓ ശരി എൻ്റെ കത്രീന കൊച്ചേ, ഞാൻ ശ്രദ്ധിച്ചോളാവേ. ഇച്ചായൻ്റെ പെങ്ങളൂട്ടി നല്ല കുട്ടിയായിട്ട് പോയിട്ട് വാ. ഞങ്ങളൊക്കെ ഇവിടെ തന്നെയല്ലേ. നിങ്ങളൊരു കൂടി ഇങ്ങനെ തുടങ്ങാതെ എൻ്റെ കുഞ്ഞിച്ച. അപ്പനും അമ്മച്ചിയും തന്നെയുണ്ട് കണ്ണീർ പരമ്പരയിലെ സീറ്റിൽ നായികയെ പോലെ എന്നെ കരയിപ്പിക്കാൻ നടക്കുന്നു. ഇനി ചെവി എനിക്ക് വലിയ മനുഷ്യ. ഇച്ചയുടെ പൊന്ന് സങ്കടപ്പെടുകയൊന്നും വേണ്ട. നല്ല കൊച്ചായിട്ട് പോയി ചുമ്മാ. നല്ലൊരു ജീവിതത്തിനല്ലേ പോകുന്നേ. എൻ്റെ അളിയൻ പുളിയാടി, അവൻ നിന്നെ തങ്കക്കൂടം പോലെ നോക്കും അല്ലേടാ അളിയ? നിങ്ങളാണ് ഞാൻ പൊളിയാന്ന് എനിക്കറിയാം. അത് പറയൊന്നും വേണ്ട. പിന്നെ ചങ്കടം അതെല്ലാ പെൺപിള്ളേർക്കും ഉള്ളതാണ്. കല്യാണം കഴിഞ്ഞാൽ കരയണമെന്ന് നിർബന്ധമുള്ള കാര്യം മനുഷ്യ. അതുകൊണ്ടാണ് ഞാൻ കരയണേ. എൻ്റെ പൊന്നളിയ, നിങ്ങളെ പെങ്ങളെ കെട്ടിയത് തന്നെ എനിക്ക് നിങ്ങളൊക്കെ ഒരു അവാർഡ് തരണം. ഇനി ഈ സാധനത്തിനെ ഞാൻ സഹിക്കട്ടെ ലൈഫ് ലോങ്. എൻ്റെ വിധി. സ്നേഹിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതിങ്ങനെയാണെന്ന്. സാരമല്ല, ഞാൻ എൻ്റെ കണ്ണിൽ കൃഷ്ണപ്പണി പോലെ ഞാൻ നോക്കിക്കോളാവേ. എന്താടാ മനുഷ്യ എനിക്ക് കുഴപ്പം? അല്ലെങ്കിലും സ്നേഹിച്ച് നടക്കുമ്പോൾ ചെക്കന്മാർ പാല് തേന് നിൽക്കി തന്നെയാണ്. കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. നിങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലേ നിങ്ങളെ ഞാൻ വെട്ടി പീസാക്കും. നോക്കിക്കോ. പൊന്നളിയ, ഒന്നിങ്ങ് വന്നേ. ഞാൻ എൻ്റെ അളിയനൊന്നും നല്ല രീതിക്ക് കാണട്ടെ. ഇനി വിധിയില്ലെങ്കിലോ പറയാൻ പറ്റത്തില്ല.
പെങ്ങളായോണ്ട് പറയില്ല. സൂക്ഷിച്ചും കണ്ണൊക്കെ കൊണ്ടു നടക്കണം, ഇല്ലെങ്കിൽ അവൾ നിന്നെയും വിറ്റ് കാശാക്കും. ഇച്ച എടാ ഞാൻ അന്ന് ഇറങ്ങുവാണേ, അപ്പൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ട്. ഞാൻ വീട്ടിലെത്തിയിട്ട് നൈറ്റ് വിളിക്കാം നിന്നെ. ഓക്കെടി, ചെന്നിട്ട് വിളിക്കുക, മെസ്സേജൊക്കെ ചെയ്യണേ, നോക്കി പോണേ. ഓക്കെടാ, ലവ് യു, ബൈ. ലവ് യു ടു. പോവാണേ, ബൈ. അത് ഫാദറല്ലേ മാർക്കിയുടെ വെഡിങ് നടത്തിയ? ബട്ട് ഫാദർ എന്താ ഈ ലുക്കിൽ? ഇനി ഫാദറിൻ്റെ ടെമ്പറേച്ചർ എങ്ങാനാണോ? സംസാരിക്കണോ? സംസാരിച്ചേക്കാം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ പേര് അറിയത്തില്ലല്ലോ, ഡൊമിനിക്കിൻ്റെ കസിൻ ആണോ? ഫാദർ I'ma go get everything Mother Earth transcends. Drop it on my car. Hot nigga, no car. അതെ, ഡൊമിനിക്കിൻ്റെ കസിനാണ് ഫാദർ. ഞാൻ ഇടയ്ക്ക് ഫാദറായി പോകാറുണ്ട്. ഇയാളാരാ മനസ്സിലായില്ല, ബട്ട് സൗണ്ട് നല്ല. ആരാണ്? നമ്മൾ ഈ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ബട്ട് നേരിട്ടല്ല, ഫോണിലൂടെ. ഈ അടുത്തൊരു മാരേജ് നടത്തിയില്ലായിരുന്നു, മാർക്ക് ഇമ്മാനുവൽ, ആളുടെ ബ്രദറാണ് ഞാൻ. നമ്മൾ ഫോൺ ചെയ്ത് ഓർമ്മയുണ്ടോ ദിവസം, അവരുടെ വെഡിങ്ങിൻ്റെ മോർണിംഗ്? ഓഫ് കോഴ്സ് ഓർമ്മയുണ്ട്. താനെന്തെവിടെ? ഓ സോറി, കോഫി ഹൗസിൽ കോഫി കഴിക്കാനല്ല, വേറെ എന്തിനാണ് വരുന്നത്? ഓക്കെ, താൻ ഇവിടെ ഇരിക്കണോ? എനിക്ക് കണ്ടപ്പോൾ തോന്നി, ബട്ട് ഈ ലുക്ക് കണ്ടപ്പോൾ ഒരു ഡൗട്ട്, അതാ പിന്നെ വരാൻ മടിച്ചത്. പിന്നെ രണ്ടും കൽപ്പിച്ചിങ്ങ് പോന്നു. പിന്നെ എന്ത് പറഞ്ഞ് സംസാരിക്കുമെന്ന് എനിക്കറിയത്തില്ലല്ലോ, പേരും അറിയത്തില്ല. അത് ശരിയാ, നമ്മൾ സംസാരിച്ചത് ജസ്റ്റ് ഫാദർ, പിന്നെ വെഡിങ് നടക്കുന്ന കുട്ടിയുടെ ബ്രദർ, അങ്ങനെയല്ലേ? ഓക്കെ, നമുക്ക് കുറിച്ച് വിടാം. I am Tyson Gabriel. Oh nice. I am Melvin Nicholas. നൈസ് നെയിം. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഓക്കെ ആണോ? ഇത്ര രാവിലെ എന്താണ് ഇവിടെ പരിപാടി? അല്ല, വീട്ടിൽ നിന്ന് കിട്ടിയില്ലേ, അതാണോ? ഏയ് അങ്ങനെയൊന്നുമല്ല. ഫോട്ടോഗ്രാഫർ, ഒരു ന്യൂസ് എഡിഷനിൽ ഓക്കെയാണ്. പിന്നെ അതിൻ്റേതായ കുറച്ച് തിരക്കിലാണെന്ന് കൂട്ടിക്കോളൂ. എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനുവേണ്ടി വന്നതായിരുന്നു. പിന്നെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ, അവൾക്ക് ക്ലാസ് ഉണ്ടായതുകൊണ്ട് പോയി. ദെൻ ഇപ്പോൾ ഫ്രീ ആണ്, അപ്പോൾ പോകാൻ നേരം ആണ് തന്നെ കണ്ട്, അപ്പോൾ ഇങ്ങ് വന്നു. ദെൻ താനെന്ത് ചെയ്യുന്നു? ഐ ആം റൈഡർ, ബൈക്ക് റൈഡർ. ബാംഗ്ലൂർ ബേസ്ഡായിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ ഒരു പാഷനാണെങ്കിൽ കൂട്ടിക്കോ. പണ്ട് അച്ഛൻ പട്ടത്തിൽ പറഞ്ഞു വെച്ചിട്ട് അവിടുന്ന് മുങ്ങിയതാ, ബൈക്കിനോടുള്ള അടങ്ങാത്ത പ്രേമം കൊണ്ട്. ഓഹോ, റൈഡിങ് ഇത്രയ്ക്ക് ഇഷ്ടമാണോ? ഇൻട്രസ്റ്റിംഗ്. എന്താണ് ഇൻട്രസ്റ്റിംഗ്? ഞാനാണോ അതോ എൻ്റെ പ്രൊഫഷനാണോ? രണ്ടും. അല്ല, താനെവിടുന്ന ഈ രാവിലെ തന്നെ കുട്ടിയും മറിച്ചുകൊണ്ട് വരുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ,
ഞാൻ ബാംഗ്ലൂർ ബേസ്ഡായിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഒരു ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വരുവാണ്. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഫ്രാക്ചറുണ്ട് കാലിൽ. അത് കാര്യമായിട്ടൊന്നുമില്ലടോ, ചെറുതായിട്ടാണ്. അപ്പോൾ കുറേ ദൂരം ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ചെറിയൊരു പെയിൻ. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തേച്ചും പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. എഴുതാ പോകണം, അപ്പനെ തിരക്കണം, മുന്നേ വീട്ടിൽ കയറണം. ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെട്ടി പീസാക്കും. അല്ല, തൻ്റെ അപ്പനും അമ്മയൊക്കെ പുറത്താണല്ലോ പറഞ്ഞത്, അവരൊക്കെ എവിടെയാണ്? തനിക്ക് സിബ്ലിങ്സ് ഒന്നുമല്ലേ? താൻ ഒറ്റ മോനാണോ? അവരൊക്കെ അമേരിക്കയിലാണ്. ഞാനും അമേരിക്കൻ സിറ്റീസനാണ്. പിന്നെ എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. ഞാൻ ആണും പെണ്ണുമായി ഈ ഒരൊറ്റ പീസേ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. അത് പോരെ, പത്തെണ്ണത്തിന് സമാടോ ഞാൻ. തന്നെ പറ്റി പറ, തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അനിയനുണ്ട്. അനിയൻ്റെ വൈഫുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആണ്. പിന്നെ അനിയത്തി മാരേജ് കഴിഞ്ഞുള്ളൂ. പിന്നെ എനിക്കൊരു കൊച്ചുണ്ട്, എൻ്റെ അച്ചു. ദിവസം ഇത്ര തന്നെ. പിന്നെ ഞാനുണ്ട്. ഇയാൾക്ക് കൊച്ചുണ്ടോ? കണ്ണ പറയത്തില്ല. പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിലൊന്നും ഇയാളെ വൈഫിനെ പറ്റി പറഞ്ഞല്ലോ. തൻ്റെ വൈഫ് എന്താ ചെയ്യുന്നത്? എവിടെയാ? അതെല്ലോ, എനിക്കൊരു കൊച്ചുണ്ടല്ലോ, അവനിപ്പോൾ 6 വയസ്സായി. പിന്നെ വൈഫ്. ആ സബ്ജക്റ്റ് നമുക്കിടയിൽ വേണ്ട, ഞാൻ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്. ഓക്കെ, തനിക്കിഷ്ടമില്ലാത്തതൊന്നും ഞാനായിട്ട് തുറക്കുന്നില്ല. എനിവേ, നമുക്ക് വീണ്ടും കാണാം. കാണണം. അപ്പോൾ ഞാനൊരു 1 മന്ത് ഡൽഹിക്ക് പോവാണ്. അവിടെ ഞങ്ങളുടെ എഡീഷനിലെ ഹെഡ് ഓഫീസിൽ വെച്ചിട്ട് എല്ലാ ബ്രാഞ്ചിലെയും ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ട്രെയിനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല. നീ എന്താ ഈ പറയുന്നത്? യൂജുവിന് ഇങ്ങനെ പെയിൻ വന്ന് തുടങ്ങുന്ന ടൈമാണോ നീ പോകുന്നത്? എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ? നീ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സഹായമല്ലേ? അതിനപ്പോൾ ഇനി 1 മന്ത് ഇല്ലേ? അല്ലടാ മോനെ, ഡേറ്റ് ഒന്നും ആയിട്ടില്ലെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നീ കൂടി വേണ്ട ഇവിടെ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ പോരെ? ഞാൻ പെട്ടെന്ന് വരത്തില്ലേ? ശരി, എന്നാൽ നീ പോയിട്ട് വാ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അങ്ങ് വിളിച്ചേക്കാം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചേക്കണേ. അപ്പം ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഹലോ, എന്നാടാ? ചേച്ചിക്ക് അറിയാലോ, യൂജി കുറച്ച് ദിവസമായിട്ട് അഡ്മിറ്റ് ആണെന്ന്. ഇപ്പോൾ അവൾക്ക് പെയിൻ വന്നേക്കുന്നു. ഡോക്ടേഴ്സ് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. എനിക്ക് അറിയാൻ മേലെ എന്താ ചെയ്യേണ്ടതെന്ന്. അവളൊറ്റയ്ക്കല്ലല്ലോ, ഉള്ളിൽ എൻ്റെ ജീവനില്ലേ. എനിക്കെന്തോ ഇച്ചയ്ക്കൊന്ന് വരാൻ പറ്റുമോ? എനിക്കെന്തോ കൈയും കാലൊക്കെ തളരുന്ന പോലെ തോന്നുന്നു. എടാ പോനക്കറിയാതെ ഇവനിത്. എടാ നീ വേണ്ടടാ അവർക്ക് സ്ട്രോങ് ആയിട്ട് നിന്ന് കൊടുക്കാൻ. ഞാൻ ഫ്ലൈറ്റ് ഉണ്ട് നോക്കട്ടെ, പെട്ടെന്ന് വരാൻ നോക്കാം. എന്താ ഓക്കെ ആയിട്ടിരിക്കടാ, ഞാനല്ലേടാ കൂടെ. അല്ല, അത് ഡൊമിനിക് അല്ലേ? അവനെന്താ ക്യാൻസർ വാർഡിലേക്ക് പോണേ? ഇനി വല്ല ഡൊണേഷനും ആയിരിക്കുമോ? എന്തിനാവട്ടെ. എക്സ്ക്യൂസ് മീ, ഈ ലാബ് റൂം? യെസ് സാർ.
സ്ട്രൈറ്റ് പോയാൽ ഫസ്റ്റ് കാണുന്ന സ്റ്റെയർ കയറാം. ഫസ്റ്റ് ഫ്ലോറിൽ നേരെ കാണുന്ന തന്നെ ലാബ് റൂമാണ്. താങ്ക്സ്. വെൽക്കം സർ. എടാ പൊന്നോ, ഇച്ച ഓൻ്റെ ചെറുക്കാൻ ഞാനിങ്ങ് എത്തിയില്ലേ, ഇനി എന്നാ കരച്ചിൽ നിർത്ത്. എവിടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ, എല്ലാവരും എവിടെ പോയി? ഓ ഞങ്ങളിവിടെ ഉണ്ടടാ മക്കളെ. അപ്പച്ചൻ ഡോക്ടർ തന്നെ മരുന്ന് വാങ്ങാൻ ഫാർമസി വരെ ഒന്ന് പോയിരിക്കുക. ഇപ്പോൾ വരും. എൻ്റെ പൊന്നിച്ച, ഇങ്ങേരെ കരച്ചിൽ കണ്ടാൽ വിചാരിക്കും ഇങ്ങേർക്കാണ് പ്രസവ വേദന. എൻ്റെ നാത്തു നല്ല ഉഷാറോട് കൂടി അവിടെ കിടപ്പുണ്ട്. ഇങ്ങേര് എന്തിനാണാവോ ഇങ്ങനെ കിടന്ന് കരയണേ. എടേ, നിനക്കത് മനസ്സിലാവത്തില്ല. ഒന്നുമില്ലെങ്കിലും 8-9 മാസം കഴിയുമ്പോൾ നീ ഇതേ സിറ്റുവേഷനിലെത്തും. നീയല്ല എൻ്റെ പൊന്നാരാണ്, അല്ലടാ? യാ എത്തും. അന്നിപ്പോൾ ഇവള് ആ ലേബർ റൂമിന് എന്നെ പ്രാകുന്നുണ്ടാവും. പുറത്തിരുന്ന് ഞാൻ അതിലായിരിക്കും കരയുന്നത്. വെയിറ്റ്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആഹാ, അപ്പൊ നീയേ കറിഞ്ഞില്ലേ? നീ ഒരു മാവനാവാൻ പോവാടാ. ആണോ? എടി കുഞ്ഞുപെണ്ണി, ആവശ്യം അമ്മച്ചി ഇത് ആരാണ് എൻസികയുടെ ഹസ്ബൻഡ്? ഞാനാണ് സിസ്റ്റർ. എൻസികയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്വിൻസാണ്, 2 ബേബി ബോയ്. സിസ്റ്റർ, അവൾക്ക് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ആ, കുട്ടി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാം. മെൽവിൻ, നീ ഓക്കെ അല്ലേടാ? ഓക്കെ ആണ് ചാ. എന്തു പറ്റി? ഇച്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ അച്ചു ജനിച്ച ടൈമൊക്കെ ഒന്ന് മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നി പറഞ്ഞു പോയി. ഇപ്പതാ എൻ്റെ നെഞ്ചിലിങ്ങനെ കിടക്കുമ്പോൾ എന്തോ അറിയില്ല. ഇച്ചാ ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലടാ, ഓക്കെയാണ്. പിന്നെ ഞാൻ ഡൊമിനിക്കിനെ കണ്ടിരുന്നു. ഇങ്ങോട്ട് വരുന്ന ടെൻഷനിൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അല്ല, ഡൊണേഷൻ വേണമെന്ന് തോന്നുന്നു. ക്യാൻസർ വാർഡിലേക്ക് പോകുന്നുണ്ട്. അയ്യോ ഇച്ച, അത് ഡൊണേഷനൊന്നുമല്ല. പുള്ളിക്കാരൻ്റെ ഒരു കസിൻ ഇല്ലായിരുന്നോ, എൻ്റെ മാർക്കയുടെയൊക്കെ മാരേജ് നടത്തിയ ഫാദർ ടൈസൺ? പുള്ളിക്കാരന് ക്യാൻസറാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ ഞാൻ യോജുവിനായിട്ട് വന്ന ടൈമിൽ ഉണ്ട് ഇവിടെ. എനിക്കൊരു കൂട്ട് മൂപ്പരനായിരുന്നു. ഞാൻ ഇച്ചയെ വിളിക്കുമ്പോൾ പറയണം വിചാരിക്കാറുണ്ട്, ബട്ട് മറന്നു പോവും. പിന്നെ ഇച്ചയാണെങ്കിൽ തിരക്കില്ലല്ലേ, എപ്പോഴേലും വിളിച്ചാൽ 2 വാക്ക് സംസാരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഇച്ച, ഏയ് എന്താ പറ്റി? എന്താ ആരെ? ഓക്കെ? ആടാ, ഞാൻ ഓക്കെയാ. ഞാനിപ്പോൾ വരാട്ടോ. നീ അച്ഛനെ നോക്കണേ. എക്സ്ക്യൂസ് മീ, ടൈസൺ ഗബ്രിയൽ, ഒന്ന് റൂം നമ്പർ പറഞ്ഞു തരുമോ? ക്യാൻസർ പേഷ്യൻ്റ് ആണ്. യെസ് സാർ, അവരിപ്പോൾ പോയുള്ളൂ ഡിസ്ചാർജ് മേടിച്ചിട്ട്. ഓക്കെ, അവരുടെ അഡ്രസ്സ് ഒന്ന് തരാമോ? സോറി സാർ, പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു. എന്താടാ ഇച്ചാ, നിനക്കെന്താ പറ്റിയേ? പെട്ടെന്നെന്താ നീ ഓടിപ്പോയേ? എന്തോ ഒരു ഉണ്ട് മനസ്സിൽ. എന്താ എന്നോട് പറയാൻ പറ്റത്തില്ലേ? അതെടാ, ടൈസൺ അങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു വിഷമമൊക്കെ വന്നു. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തോ പറ്റുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാതെ നീറൂലേ, അതുപോലൊരു നീറ്റൽ. ഇത്രയ്ക്ക് ഉണ്ടാവാൻ ഇച്ചയ്ക്ക് അറിയാവോ?
ആളെ ആടാ, എനിക്കറിയാം. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ പോകുന്നതിന് കുറച്ച് മുന്നേ ഒരു ദിവസം കോഫി ഹൗസിൽ വെച്ചിട്ട് അന്ന് പാറു എൻ്റെ അടുത്ത് നിന്ന് പോയപ്പം യാദൃശ്ചികമായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടത്. അന്ന് ഒരുപാട് സംസാരിച്ചു. എന്തോ സംസാരിക്കും തോറും കൂടുതൽ കൂടുതൽ അടുക്കുന്ന തരം അറിഞ്ഞൂടാ എന്താ അങ്ങനെയെന്ന്. അവന് ഫാദറൊന്നുമല്ല, പഠിച്ചിട്ടുണ്ട്. അവന് പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൻ്റെ അമ്മേൻ്റെയും ഒരേ ഒരു മകൻ. ഒരുപാട് കസിൻസൊക്കെ ഉണ്ട്. എല്ലാവരോടും ഒത്തിരി ഇഷ്ടമാണ്. അവർക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോടാണെന്നറിയോ? ബൈക്കെന്ന് വെച്ചാൽ അവൻ മരിക്കും. അങ്ങനെ ആ വണ്ടിയോടുള്ള ഭ്രാന്തുകൊണ്ട് പഠിക്കാൻ വിട്ട സെമിനാരിൽ നിന്ന് ഒളിച്ചോടിയതാ. ഇപ്പോൾ ഈസ് എ റൈഡർ. അപ്പോൾ ഈ ഫാദറായിട്ടൊക്കെ വരുന്നത് എനിക്കൊന്നും കത്തുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലേ, അവൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡൊമിനിക് ഇല്ലാത്ത സമയങ്ങളിൽ മാത്രം ഡൊമിനിക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങ് നടത്തുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് പള്ളിയുണ്ടല്ലോ, അങ്ങനെ. ഓയ് മിസ്റ്റർ മെർവിൻ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അല്ലേ ചേ, എന്നിട്ട് എവിടെ എൻ്റെ നാത്തൂനും തങ്കക്കൂടങ്ങളും? അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മക്കളെ പെട്ടെന്നല്ലായിരുന്നടാ. അപ്പോൾ ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവരെ പാൽ കൊടുക്കാൻ കൊണ്ടുവരും, എന്നിട്ട് പിന്നെയും കൊണ്ടുപോകും. ഒരു ദിവസം ഞാൻ നമുക്ക് കിട്ടും. 24 hours കിടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, ഇതെന്ത് പറ്റിയൊരു മിണ്ടാട്ടം ഇല്ലല്ലോ? എൻ്റെ ടച്ചിൻ്റെ മുഖത്ത് എന്താ കടന്നൽ കുത്തിയോ? എന്ത് പറ്റി രമേശ്? ഏയ് ഒന്നുമില്ല. ഓ പിന്നെ നീ ആരോടാ മോനെ ഈ കള്ളം പറയുന്നേ? നിന്നെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതാണല്ലോ ഞാൻ. രമേശ്, കാര്യം പറയൂ. ഒന്നുമില്ല എൻ്റെ പാറൂസേ. എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഉരുളക്കുപ്പേരി പോലെ പറയുന്നതാണല്ലോ. അത് പിന്നെ ടൈസൺ അല്ലേ, ഇവരുടെയൊക്കെ മാരേജ് നടത്തിയ ഫാദർ. ഞാൻ നാളെ നിന്നോട് പറഞ്ഞില്ലായിരുന്നു അന്ന് കോഫി ഹൗസ് വെച്ച് കണ്ടതൊക്കെ. അവന് ക്യാൻസറാണ്. എന്തോ കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. അന്ന് ഭയങ്കര കൂളായിട്ടൊക്കെ സംസാരിച്ചല്ലേ, പെട്ടെന്ന് ഇങ്ങനെ അസുഖം വന്നെന്നറിഞ്ഞപ്പോൾ എന്തോ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വയ്യാന്നറിയുമ്പോൾ ഉള്ളൊന്ന് കാടില്ലേ, അതുപോലെ. ഓ ആണോ? എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇവൻ പറഞ്ഞ് ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് അവർ ഡിസ്ചാർജായി പോയിട്ടുണ്ട്. സാരമില്ല, എന്നാ നീ ആളെ ഒന്ന് വീട്ടിൽ പോയി കാണാം. എടി, എനിക്കതിന് അഡ്രസ് ഒന്നും അറിയത്തില്ല. എടാ, അത് നീ അന്വേഷിച്ചാ പോരെ? നിന്റെ ഫ്രണ്ടിന്റെ കസിൻ ആണെന്നല്ലേ പറഞ്ഞേ? നീ ഒരു കാര്യം ചെയ്യ്, അവരെ ഒന്ന് വിളിച്ചു നോക്കി. അതും ശരിയാണ്. ഏതായാലും ഇതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാം, എന്നിട്ട് പോവാം. ആരിത്? മെൽവിനോ? വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോടാ? ഇല്ലടാ. എന്നാ വാ, കയറിയിരിക്കേ. നീ എന്താടാ പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ്? എന്തേലും വിശേഷമുണ്ടോ? അത് ഞാൻ ടൈസൺ അവിടെ. അവനെ എങ്ങനെ അറിയാം? അത് പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണല്ലേ? അങ്ങനെയും പറയാം. ഓക്കെ, നീ ഇവിടെ ഇരിക്കേ. അവന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവർ പോയിട്ട് കണ്ടാ പോരാ നിനക്ക്? അവർ സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. എടാ നീ ചെല്ല്, അവനിപ്പോ തനിച്ചിരിക്കുക. ആടാ. ഹായ്. താനെന്താടാ ഇവിടെ? അപ്പോഴാണോ വന്നാണോ? അതെന്താ, എനിക്ക് തന്നെ കാണാൻ വന്നൂടെ? അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞൊന്നുമല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ താൻ എന്നെ കാണാൻ വന്നാണോ? അതെന്താ, തന്നെ കാണാൻ വരാൻ പറ്റത്തില്ലേ? ഓ പറ്റും, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തു പറ്റി പെട്ടെന്നൊരു വിസിറ്റ്?
അങ്ങനെയൊക്കെ ചോദിച്ചാൽ 2-3 ദിവസം മുന്നേ ആയിരുന്നു എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ഡെലിവറി. അറിയായിരിക്കുമല്ലോ, മെർവിൻ. അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ ഡൊമിനിക്ക് കണ്ടിരുന്നു. ബട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അക്കാര്യം ഞാൻ മെർവിനോട് സംസാരിച്ചു. അപ്പോൾ അവനാ പറഞ്ഞത് ആളുടെ കസിന് വഴിയാത്ത കാര്യം. സോ അത് താനാണെന്ന് അറിഞ്ഞപ്പോൾ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാണ്ട് ഒരു നീറ്റൽ. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തോ പറ്റുമോ നമ്മളാകെ സൈലൻ്റ് ആവത്തില്ലേ? നമുക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റാത്തതുപോലെ നമ്മളിങ്ങനെ സ്റ്റക്കായി നിന്ന് പോകുന്ന അതുപോലൊരു ഫീല്. അപ്പോൾ ഞാൻ ഇയാൾക്ക് വേണ്ടപ്പെട്ട ആരോ ആണോ? അങ്ങനെയൊന്നും താൻ എന്നോട് ചോദിക്കരുത്. ഉത്തരം എൻ്റെ കയ്യിലില്ല. ബട്ട് ഒന്നെനിക്കറിയാം, യു ആർ മൈ സ്പെഷ്യൽ വൺ. അറിഞ്ഞൂടാ ആ വാക്ക് പറയാൻ പറ്റുമോ എന്ന്, ബട്ട് അതാണ് റിയാലിറ്റി. എന്നെപ്പറ്റി ഇയാൾക്ക് എന്താ അറിയാവുന്നത്? ഞാൻ ആരാണ്, എന്താണ്, എന്തേലും അറിയോ? ആർക്കും അറിയത്തില്ല. ടൈസൺ എന്താണെന്ന് ആർക്കും അറിയില്ല. ചിരിക്കുന്നു, കളിക്കുന്നു, തമാശകൾ പറയുന്നു. പെൺകുട്ടികൾക്ക് ഫ്ലൈറ്റ് എഴുതി നടക്കുന്ന വെറുമൊരു ഫ്ലൈറ്റിംഗ് ബോയ്. ബട്ട് എൻ്റെ ഉള്ളിൽ നീറുന്ന, വേദനിക്കുന്ന ഞാനുള്ളത് ആർക്കറിയാം? എനിക്ക് മാത്രം അറിയാം. ടൈസൺ, താൻ എന്തൊക്കെയാ പറയുന്നേ? അതെ, എന്നെപ്പറ്റി തന്നെ. ടൈസൺ ഗബ്രിയലിന് എന്നെപ്പറ്റി തന്നെ. മരുന്നുകളുടെ ലോകത്ത് ജീവിക്കുന്ന എന്നെപ്പറ്റി. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരിക്കലും എൻ്റെ ലൈഫിൽ ആലോചിക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു ഡേ. ബൈക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് തന്നെയാണ്. അങ്ങനെ ഭ്രാന്ത് പിടിച്ചൊരു ദിവസം ഞാൻ എൻ്റെ ബൈക്കെടുത്ത് ഇറങ്ങി. കള്ള് കുടിച്ച് ബോധമില്ലാണ്ട് വന്ന ഒരു ലോറി എൻ്റെ ജീവിതം പോലും മാറ്റിമറിച്ച ദിവസം. അറിയില്ല, ബോധം ചെയ്യുമ്പോൾ ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ നിന്ന്. തലയ്ക്കൊക്കെ ഒരു ഭാരമായിരുന്നു. ഒന്ന് സംസാരിക്കാൻ പറ്റാതെ, അമ്മയും അച്ഛനെയും മനസ്സിലാവാതെ തള്ളി നീക്കിയ ദിവസങ്ങൾ. കോമയിലാണോന്ന് ചോദിച്ചാൽ അതേന്ന് പറയാം, അല്ലേന്ന് ചോദിച്ചാൽ അല്ലേ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾക്ക് കണക്കില്ല. തനിക്കറിയാവോ, എൻ്റെ തലച്ചോറിൽ നിന്ന് എൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല എന്തെല്ലാമാണ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതെന്ന്. സ്വന്തം ജന്മദിനം പോലും മറന്നു പോകുന്ന മനുഷ്യരെ താങ്കൾ കണ്ടിട്ടുണ്ടോ? എന്നെ ഇതാ തൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഞാൻ. അറിഞ്ഞൂടണോ എനിക്ക് ഞാൻ എന്നാണ് ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണതെന്ന് പോലും. എന്തോ ഇന്ന് ജീവിക്കാൻ എനിക്കിഷ്ടമല്ല. സത്യത്തിൽ മരണത്തെ കാത്തു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിടയിൽ വീണ്ടും വീണ്ടും പരീക്ഷണമാണ് എനിക്ക്. ഇപ്പതാ ഇങ്ങനെയും. ഇതിന് മാത്രം ഞാൻ എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത്? അറിയില്ല. എല്ലാവരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നാൽ കഴിയുന്നത് പോലെ എല്ലാവരെയും സഹായിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ. എന്നിട്ടും എന്തിനാണ് എന്നെങ്ങനെ നീറുന്നത്? മനസ്സും ശരീരവും ഒരുപോലെ വേദനിക്കുകയാണ് എൻ്റെത്. പ്ലീസ് അങ്ങനെയരുത്. എല്ലാവരുടെ ലൈഫും ഒരുപോലെ ആവണമെന്നല്ല, ഹാപ്പി ആവണമെന്നില്ല. സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാവും.
ഇപ്പോൾ എൻ്റെ കാര്യം നോക്കൂ, എന്നെ കണ്ടാൽ ഓക്കെ ആയി തോന്നുമോ? നമ്മൾ ആദ്യം മീറ്റ് ചെയ്തപ്പോൾ പരിചയപ്പെട്ടത് ഓർമ്മയുണ്ടോ? അപ്പോൾ തന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു മോനുണ്ടെന്ന്? വൈഫിനെ പറ്റി പറഞ്ഞപ്പോൾ അത് ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ബട്ട് ഇപ്പോൾ പറയണമെന്ന് തോന്നുന്നു. അപ്പൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിന് 21ാമത്തെ വയസ്സിൽ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ്, പാഷൻ എന്താണെന്ന് പോലും ചോദിക്കാതെ അവരുടെ മാത്രം ആഗ്രഹത്തിന് എന്നെ പിടിച്ചാൽ കെട്ടിച്ചു. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവൾക്കെന്നും അവളുടെ ഫ്രണ്ട്സ്, അവളുടെ ലോകം, അവിടെ ഈ ഞാനൊരു ഹസ്ബൻഡ് അവളുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടി വരുന്ന വെറും ഒരു അറിഞ്ഞൂടെ എനിക്ക്. അവൾ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാറ് പോലുമില്ല എന്നോട്. ആ ഒരു ലൈഫിൽ എനിക്ക് കിട്ടിയ ഒരേ ഒരു നല്ല കാര്യം അതിൻ്റെ അച്ചു മാത്രമാണ്. അവൾ പോകുമ്പോൾ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എനിക്കെൻ്റെ മകനെ വേണം. അവന് ഞാൻ തരത്തില്ല. അവളെപ്പോലെ ഒരിക്കലും എൻ്റെ മോൻ വളരരുതെന്ന് എല്ലാ അപ്പന്മാരെ പോലെയും നല്ലൊരു കൊച്ചായി വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവനെ ഞാൻ എൻ്റെ കൂടെ നിർത്തിയേക്കുന്നത്. പിന്നെ എനിക്കുമുണ്ട് ഇതുപോലെ എൻ്റെ കൂടെ പിറപ്പായി ഒരസുഖം. എനിക്ക് ബ്രെയിനിൽ പ്രഷറുണ്ട്. 1.5 വർഷമായിട്ട് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് വരുന്ന എല്ലാ നരമ്പിലേക്കും നീരിറങ്ങും. എല്ലാ ഓർഗൻസും ഓട്ടോമാറ്റിക് അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങ് നിൽക്കും. തട്ടിപ്പോകുമെന്ന് വെച്ചാൽ ചെറുതായിട്ട് തട്ടിപ്പോവും. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, സോറി. സത്യം പറഞ്ഞാൽ നമ്മളൊരു പാതയിലെ യാത്രക്കാരാണ് അല്ലേ? എനിക്കിടയ്ക്കിടയ്ക്ക് തലവേദനിക്കും, ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആവാറുണ്ട്, ഇടയ്ക്ക് ബ്ലഡ് വോമിറ്റ് ചെയ്യും. അത് കൂടുതലാവുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കും. ടെൻഷൻ പാടില്ല, ഇയാളെ പോലെ. അത് ടെൻഷൻ പാടില്ല, എപ്പോഴും മനസ്സ് കൂളായിട്ടിരിക്കണം. ഒരു കാര്യം ചെയ്യും, താൻ എൻ്റെ കൂടെ കുടിക്കൂ, ഞാൻ തന്നെ ഹാപ്പിയാക്കാം, താൻ എന്നെ ഹാപ്പിയാക്കിക്കൂ. അപ്പോൾ സെറ്റല്ലേ? താനിങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാതെ ഒന്ന് ഉഷാറായിട്ട് പുറത്തു പോവാ, നമുക്കെല്ലാം ഓക്കെ ആക്കാടോ, ഞാനില്ലേ. എന്നാൽ ശരി, ഞാൻ പോയച്ച് വരാം. നാളെ മുതൽ വർക്കിന് കയറണം. ഇതുവരെ പോയി വന്ന ലീവായിരുന്നു, കഴിഞ്ഞു. അപ്പോൾ കാണാം, ബൈ. ഓയ് തക്കരെ, എനിക്ക് ശബ്ദം കേൾക്കണം തോന്നുമ്പോൾ വിളിക്കാവോ? തക്കരയോ? കൊള്ളാം, ഓക്കെ, വിളിച്ചോ. ഫ്രീ ആണെങ്കിൽ സംസാരിക്കാമല്ലോ, വേണമെച്ചാൽ വരും ചെയ്യാട്ടോ. ഓ ആയിക്കോട്ടെ, ഐ ആം വെയിറ്റിംഗ്. എനിക്ക് ഇഷ്ടമാണ് തൻ്റെ ഈ കൂട്ട്. ഐ എം സോ ഹാപ്പി. എന്തോ ഇത്രയും നേരം ഒരുപാട് വിഷമത്തിലായിരുന്നു, തന്നോട് സംസാരിച്ചപ്പോൾ മനസ്സ് വല്ലാണ്ട് കൂളായ പോലെ. താങ്ക് യു, കുറച്ച് ടൈമെങ്കിലും എന്നെ ഹാപ്പിയാക്കി വെച്ചതിന്. ആ താങ്ക്സ് എനിക്ക് വേണ്ട, വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൊടുത്തോ. എനിക്ക് എന്നും ഇയാളുടെ സ്നേഹം മാത്രം മതി. ഓക്കെ, ബൈ.
എടുത്തല്ലോ. അല്ല, ഇത്ര നേരം ആരോടായിരുന്നു ഫോണിൽ കത്തി വെച്ചിരുന്നേ? വേറെ ആര്? ടൈസൺ. അവന് ഇപ്പം ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ എന്നെ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. അതാ. ഇപ്പൊ പുതിയ ആൾക്കാരെ കിട്ടിയപ്പോ നമ്മളെയൊന്നും വേണ്ടല്ലോ. ഓ എൻ്റെ ജെല്ലി ബേബി, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ നിനക്ക് പകരാവാൻ ആർക്കും പറ്റത്തില്ല. ഓക്കെ, യു ആർ മൈ സോൾമേറ്റ്, യു ആർ മൈ മൈൻഡ്. ഓക്കെ, അവൻ അങ്ങനെയല്ല, സംതിങ് സ്പെഷ്യൽ, സ്പെഷ്യൽ വൺ. നീ എന്തിനാ ഇങ്ങനെ നെർവസ് ആവുന്നേ? ഓഹോ, എന്നിട്ട് ഇപ്പൊ നമ്മളൊന്നും മൈൻഡ് കൂടിയില്ലല്ലോ. എനിക്കെന്തോ നീ എന്നെ മറക്കുമോ എന്നൊക്കെ തോന്നുന്നു. ഇനി എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരുമോ എന്നൊക്കെ എന്തോ തോന്നിപ്പോവുക. എന്താ പാറൂസ് നീ പറയണേ? നിന്നെ ഞാൻ വിളിക്കാറില്ലേ, മെസ്സേജ് അയക്കാറില്ലേ? എനിക്കെന്നെ കാണണം തോന്നുമ്പോൾ ഞാൻ വരാറില്ലേ? പിന്നെ എന്താ നീ ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം എന്താടാ? നോക്കിക്കേ, ഞാൻ എൻ്റെ അല്ലേ. യു ആർ മൈ ലൈറ്റ് ഓഫ് ലൈഫ്. നീ പോടാ പാട്ടക്കടവേ, സോപ്പിടാൻ വന്നിരിക്കുന്നവൻ. ഹലോ ഹലോ. അല്ല, എന്തു പറ്റി? സൗണ്ടിന് ഇത്ര സുഖം പോരാലോ. വൈ? ഏയ് ഒന്നുമില്ലാന്ന് ആ സൗണ്ടിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് കാര്യം? പറ. ഏയ് അതൊന്നുമില്ല, കുറച്ച് ക്യാഷിൻ്റെ പ്രോബ്ലം, വേറൊന്നുമില്ല. അതാണോ എൻ്റെ ചെക്ക ഇത്ര വലിയ പ്രശ്നം? ക്യാഷാണോ? എത്രയാ? നീ പറ, ഞാൻ നിനക്ക് തരാം. ഏയ് അതൊന്നും വേണ്ട, ഞാൻ സെറ്റായിക്കൊണ്ട്. നീ ഫുഡ് കഴിച്ചോ? ഓ, ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. അതല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. നിനക്ക് പൈസ കിട്ടിയോ? ഓ, അതൊന്നും പ്രശ്നമില്ലടാ. ഞാൻ 1-2 പേരോട് ചോദിച്ചിട്ടുണ്ട്, അവർ തരുമായിരിക്കും. അവർ തന്നില്ലെങ്കിൽ എന്നോട് എന്തായാലും പറയണം. ഓക്കെ? ആടാ, പറയാം. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആ ശരിയടാ, എന്നാ നീ പിന്നെ വിളിക്കേ. ഹായ്. എന്നെ എടുക്കുവാ? ഏയ് ചുമ്മാ അങ്ങനെ കിടക്കുവാ, അച്ഛൻ്റെ കൂടെ. ഓഹോ, അപ്പനും മോനും കിടക്കുവാണോ? അവനെന്താ പറയുന്നേ? അവനെന്താ പറയാൻ, സ്ഥിരം പല്ലവിയല്ലേ.
പുറത്ത് പോകണം. എനിക്കെന്തോ വയ്യ. അച്ചോടാ, അത് ചെറുതല്ലേ, അതിനൊന്നും കൊണ്ടുപോയിക്കൂടെ? നിൽക്കട്ടെ, ഞാനങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഈ നാട് മൊത്തം ചുറ്റും. നിന്നെ കൂട്ടത്തില്ല, നോക്കിക്കോ. ഓഹോ, അപ്പോൾ എന്നെ കൂട്ടത്തില്ലേ? നീ ഏതാ, അങ്ങോട്ട് മാറി നിൽക്ക്. ഞങ്ങൾ പുറത്തേക്ക് പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തി, നല്ല ഫുഡൊക്കെ കഴിച്ചു, ബൈക്കിൽ ചുറ്റിക്കറങ്ങി. നിന്നെ കൂട്ടത്തില്ല. നീ പുറം നോക്ക്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? പാലം കടക്കുന്നവരെ നാരായണം. പാലം കടന്നപ്പോൾ ഓയ് തക്കരെ, ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താടാ? അതെ ആൻ്റണി, അവൻ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ എല്ലാ കാര്യങ്ങളും അവനറിയാലോ. എപ്പോഴും എന്നെ കെയർ ചെയ്ത് കൂടെ നിൽക്കാറുണ്ടല്ലോ. എന്തോ കേട്ടപ്പോൾ കണ്ണീരൊക്കെ വന്നു. അപ്പനോടും അമ്മനോടൊക്കെ ഞാൻ പറഞ്ഞു. അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഇനി അവനെ കൂടെ കൂട്ടണം. ഓ, കൺഗ്രാജുലേഷൻസ്. എടാ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ഇത് കേട്ടപ്പോൾ എനിക്കെന്താ കർത്താവേ ഇത്ര വേദന? എന്താ എനിക്ക് സഹിക്കാൻ പറ്റാത്തേ? അവനെൻ്റെ ആരാ? ഞാൻ അവനെ കാണുന്ന സമയത്തെ അവൻ്റെ കൂടെ ഉള്ളതല്ലേ ആൻ്റണി? അവൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ അവൻ? അവരിപ്പോൾ കമ്മിറ്റഡ് ആണെന്ന് കേട്ടപ്പോൾ എനിക്കെന്തിനാ ഇത്ര നീട്ടല്? പാടില്ല. ഹലോ പറയടാ, എന്താ നിൻ്റെ ഇത്ര നീട്ടം? ഏയ് ഒന്നുമില്ല. ഇതൊക്കെ ഫ്രീ ആണോ? ഫ്രീ ഒക്കെ തന്നെയാ. എന്താ പറ്റി? ചിക്കന് കാണാതെ ഒന്നുണ്ടോ? ചെറുതായിട്ട്. എന്താ വരാൻ പറ്റുമോ? ഇവിടെ ആരുമില്ല. ഓഹോ, വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ചെറുപ്പക്കാരനൊക്കെ വിളിച്ച് കേട്ടുവാണോടാ നീ? നിനക്ക് എന്താടാ? എനിക്ക് എന്തേലും ഉണ്ടെങ്കിൽ ഇയാൾ തീർത്തു തരുമോ? ഓഹോ, ഇപ്പം നീ ഫ്ലേർട്ട് ചെയ്ത് അത് എൻ്റെ അടുത്ത് എടുക്കാൻ തുടങ്ങിയോ? എന്നിട്ട് ഞാൻ വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓയ് മിസ്റ്റർ ടൈസൺ ഗബ്രിയൽ, എവിടെയാണ്? എന്താണ് ചെക്കന് ചെറുതായിട്ടൊരു ഇളക്കം? എനിക്ക് ഇളക്കമൊന്നുമില്ല, തനിക്ക് തോന്നിയതാ. ചുമ്മാ ഇരുന്നപ്പോൾ തന്നെ വിളിക്കാൻ തോന്നി. വിളിച്ചപ്പോൾ കാണാൻ തോന്നിക്കാണും അല്ലേ? മനുഷ്യൻ അവിടെ കുത്തിയിരുന്ന് 2 വരി എഴുതുമായിരുന്നു. അപ്പോഴാ ചെക്കൻ്റെ ഒരിളക്കം. ഓഹോ, എൻ്റെ തക്കര എഴുതുമായിരുന്നു. എഴുതിയത് എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഇതെന്തോന്നാ സാഹിത്യമോ? അമേരിക്ക ജനിച്ച് വളർന്ന എന്നെ കൊണ്ട് തന്നെ തനിക്കിത് വായിപ്പിക്കുന്നു അല്ലേ? ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് താടോ. ഏയ്, ഞാനറ്റ പറഞ്ഞേ, ഇത് മറ്റേതാ. എനിക്കെന്തോ പോലെ. താൻ പോയേ. എന്തോന്ന് മറ്റേത്? താനല്ലേ ഇത് എഴുതിയത്? അപ്പം എന്താ തനിക്ക് വായിച്ചൂടെ? പ്ലീസ് തക്കരെ, പ്ലീസ് ഡാ. കർത്താവെ, ഇവ സമ്മതിക്കത്തില്ല. എടാ നാറി, ഇത് അതല്ല, ഇത് എ ആണ്. എ ആയാലും വേണ്ടില്ല, ബി ആയാലും വേണ്ടില്ല, എനിക്കിപ്പോൾ ഇത് അറിഞ്ഞേ പറ്റൂ. നീ ഇത് വായിക്കുന്നുണ്ടോ? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ വായിക്കും. ഓക്കെ. സാഹചര്യം രണ്ടുപേരും പാർട്ട്നേഴ്സ് തമ്മിൽ ഫീലിങ്സ് ഉള്ള സമയത്ത് പെണ്ണും ആണിനോട് പറയുന്ന കാര്യമാണ്. ഓക്കെ. എടനാറി, മിണ്ടി പോകരുത്. ഞാനിത് പറഞ്ഞ് തീരുന്നവരെ നിന്റെ വാ അടച്ചു വെച്ചുകൊണ്ടിരിക്കണം. കേട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ. നിൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ ഉടലിനെ തഴുകുമ്പോഴും, ബോയിയുടെ കൈ കൊണ്ട് ഗേളിൻ്റെ ബോഡി ടച്ച് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. കർത്താവേ, ഞാൻ അടുത്ത ലൈൻസ് എങ്ങനെയാ പറയാ? ഓക്കെ. എൻ്റെ നാഭിച്ചുഴിയ നീ രസനകൾ കൊണ്ട് ചിത്രങ്ങൾ പണിയുമ്പോഴും
ഐ മീൻ അവളുടെ നാഭി മീൻസ് വയറില്ലേ, അടിവയറിൽ പൊക്കളില്ലേ, അവിടെ നാവില്ലേ, അതുകൊണ്ട് ഇക്കിളി വിടത്തില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഇവ സമ്മതിക്കത്തില്ല. എന്നെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നത് നിന്റെ മാറിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾക്കിടയിലെ സ്വർണ്ണരോമങ്ങളാണ്. എന്നുവെച്ചാൽ അവൻ്റെ ദേഹത്തെ എന്താ പറയുക, ഹെയറൊക്കെ മീൻസ് അത് ഗോൾഡൻ കളറായിരിക്കും, അതിൽ വേർപ്പ് പറ്റിയിട്ടുണ്ടാവില്ലേ, അതാണ് അവളെ ഫീലിങ്സ് ഉണ്ടാവുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. ദ ലാസ്റ്റ് വൺ, നിൻ്റെ ചുംബനങ്ങൾക്ക് പോലുമുണ്ട് ഓരോ കാന്തിക ശക്തി. എൻ്റെ സിരയെ പോലും നിശ്ചലമാക്കാൻ കഴിയുന്ന, നിനക്ക് പോലും നിർവചിക്കാൻ കഴിയാത്ത ഒന്ന്. എന്ന് വെച്ചാൽ അവൻ്റെ ഓരോ കിസ്സസും അവൾക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആണെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവൾ ഷോക്കായി നിൽക്കും. ഇപ്പോൾ പിടികിട്ടിയോ? എനിക്ക് ഒന്നുകൂടി ഇതൊക്കെ പറഞ്ഞുതരോ? എക്സ്പ്ലെയിൻ ചെയ്യണ്ട, നീ എഴുതിയ കോട്ട് മാത്രം നിൻ്റെ വാഗുകൊണ്ട് കേൾക്കാനുള്ള ആഗ്രഹം പറഞ്ഞുതരോ? എൻ്റെ ഉള്ളിലെ നിൻ്റെ കൈകൾ കൊണ്ട് തഴുകുമ്പോഴും എന്നെ നാഭിച്ചുഴിയിൽ നിരസനകൾ കൊണ്ട് ചിത്രങ്ങൾ പണിയുമ്പോഴും എന്നെ വല്ലാതെ പ്രേമിപ്പിക്കുന്ന ഒന്നുണ്ട്. നിന്റെ മാറിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾക്കിടയിലെ സ്വർണ്ണരോമങ്ങളാണ്. നിന്റെ ഓരോ ചുംബനങ്ങൾക്കുമുണ്ട് ഒരു കാന്തിക ശക്തി. എൻ്റെ സിരയെ പോലും നിശ്ചലമാക്കാൻ കഴിയുന്ന ഒന്ന്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എനിക്കൊരു ഡൗട്ട്. എന്താ ഡൗട്ടാ? നിന്റെ ഡൗട്ടല്ലേ, നീ ചോദിച്ചോ, എന്നോടല്ലേ, ഞാൻ തീർത്തതാണ്. അത് എനിക്ക് ഇയാളോട് ഫീലിങ്സ് വന്നു എന്നൊരു ഡൗട്ട്. എടാ, അത് അങ്ങനെ തോന്നാൻ ഇപ്പം എന്താ? അറിഞ്ഞൂടാ, ഇയാൾ പൊക്കോ. എനിക്ക് കൂടുതൽ നിന്നാ വേണ്ട, നമ്മൾ തെറ്റാ ചെയ്യുന്നേ, വേണ്ട. എനിക്ക് പ്രശ്നമല്ല, കാരണം ഐ എം കെ. താൻ അങ്ങനെയല്ല, താൻ പൊക്കോ. എടാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നിന്നോട്? പറ. ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ പൊക്കോ. എനിക്ക് നിന്നോടൊന്നും ഇല്ല. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, പോ. എനിക്ക് അവൻ മതി. എനിക്ക് നിന്നോടൊരു തേങ്ങയില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കെ ആണ്. നീ അങ്ങനെയൊക്കെ പറഞ്ഞതും പിന്നെ കണ്ടില്ലേ മഴ പെയ്യുന്നു. സോ ഈ ഒരു ക്ലൈമറ്റ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം. നീ പൊക്കോ, നമുക്ക് പിന്നെ കാണാം. പ്ലീസ് ലീവ്. ഓക്കെ, ഞാൻ പിന്നെ വരാം. നീ ഓക്കെ ആയിരിക്കണം, സെറ്റടിക്കരുത്. എനിക്കിപ്പോൾ കാണണം, ഒന്ന് വരാവോ? ബേബി, നീ എന്തിനാ കരയുന്നേ? വെയിറ്റ്, ഒരു 10 minutes, ഞാനിപ്പോൾ വരാം. ബേബി, എടാ, നീ എന്തിനാടാ കരയുന്നേ? അവൻ ആന്റണി എന്നെ ചതിച്ചു. എടാ കരയാണ്ടേ, ഞാനില്ലേ. അല്ലെങ്കിൽ നീ കരഞ്ഞു തീർക്ക്. ഇല്ല, വിഷമമുണ്ട്, ബട്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരത്തില്ല. ഒരിക്കൽ ഒരുത്തിന് വേണ്ടി കുറേ കരഞ്ഞതാ, പിന്നെ
ഞാൻ കരയണുണ്ടെങ്കിൽ അതെൻ്റെ അപ്പൻ്റെ മുന്നിൽ മാത്രം. ബട്ട് ആദ്യമായിട്ട് എൻ്റെ കണ്ണീര് കണ്ട് മറ്റൊരാളാണ് നീ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നീ എപ്പോഴും എനിക്കൊരു സേഫ് പ്ലേസാണ്. എൻ്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ എനിക്ക് ഒരു കംഫർട്ട് സോണാണ്. ബട്ട് അവനെങ്ങനെ പറ്റി എന്നോട് ഇങ്ങനെ ചെയ്യാൻ? എൻ്റെ എല്ലാ വിഷമഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് അവന് എല്ലാവരെയും പോലെയാണല്ലോ ഞാൻ. ഒരു വെറും പ്ലേ ബോയ്. അറുപ്പ് തോന്നുന്നു എനിക്ക്. ശപിക്കത്തില്ല ഞാൻ, കാരണം ഞാൻ ഒത്തിരി സ്നേഹിച്ചത് അവനെ. വെറുക്കത്തില്ല ഞാൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയതാ. ഒരുപാട് സ്വപ്നങ്ങൾ. മതി, നിർത്തിക്കേക്ക്. എനിക്കറിയാം എല്ലാം, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാഞ്ഞത് നിന്റെ ഈ വിഷമം കാണുന്ന അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അവനായിട്ട് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ദേ, ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. ഇതിൻ്റെ പേരിൽ മനസ്സ് വിഷമിച്ചിട്ട് വല്ല വയ്യായും വരുത്തി വെച്ചാ പിന്നെ എൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയും. പറഞ്ഞില്ല എന്ന് വേണ്ട. ദേ, അവരൊക്കെ പൊക്കോട്ടെ, എൻ്റെ മുഖത്തേക്ക് നോക്ക്. ഞാനുണ്ട് നിനക്ക് എന്നും. ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാനുണ്ടടാ നിനക്ക്. പിന്നെ എന്തിനാ എന്തോ കുറച്ച് നേരം നിന്നെങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ. ഞാൻ കുറച്ച് നേരം തനിച്ചിരുന്നോട്ടെ. ഇരുന്നോ, പക്ഷേ മനസ്സ് വിഷമിപ്പിക്കരുത്. വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ഈ ഞാനുണ്ട്. എപ്പം ഏത് അന്തിപ്പാതരാക്കി വിളിച്ചാലും ഞാൻ ഓടി വരും. കേട്ടിക്കുന്നല്ലോ? ആടാ, ഞാൻ വിളിച്ചേക്കാം, നീ ചെല്ല്. എന്തോ മനസ്സ് തുറന്ന് നിന്നോട് സംസാരിച്ച് നിന്നൊന്ന് ഹഗ് ചെയ്തപ്പോൾ എൻ്റെ പാതി വിഷമം പോയി. ബാക്കി പാതി കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കുമ്പോൾ പൊക്കോളും. ഓക്കെ, ഞാൻ പോയിച്ച് വരാം. പാറു, നീ ഉറങ്ങിയോടി? ഇല്ലടാ, പറ. അത് ടൈസൻ്റെ പാർട്ട്ണറല്ലേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു അവളുടെ ഒരു ബോയ് ഫ്രണ്ടായിട്ട് അവൻ കമ്മിറ്റഡ് ആയെന്ന്, ഒരു ആൻ്റണി. അവൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നിന്നോട് പറയാൻ. നിനക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചതാ. അവൻ ഫൈക്കായിനോടി. അവനല്ലാതെ 1-2 പേരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിലൊന്ന് മാത്രമായിരുന്നു അവൻ. പക്ക പ്ലേ പോയി. ഇപ്പോൾ സത്യങ്ങളൊക്കെ അവൻ തന്നെ ടൈസനോട് പറഞ്ഞു. എന്നിട്ട് നീ അവനെ കാണേ വിളിക്കുക എന്തെങ്കിലും ചെയ്തോ? ആടി, ഞാനിപ്പോൾ പോയി വന്നേ ഉള്ളൂ. എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. ഓക്കെ ആണെന്നാ പറഞ്ഞ്. ഇനിയൊന്നും ഉണ്ടാവത്തുണ്ടാവില്ല അല്ലേ? അവൻ സ്ട്രോങ് അല്ലേടാ, ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവൻ ഓക്കെ ആയിരിക്കും. അല്ല, നീ ഓക്കെ അല്ലേ? എന്തോ ഒരു സങ്കടം പോലെ. ഇല്ലടി, ഇപ്പോൾ എൻ്റെ വിഷമങ്ങൾ നിന്നെ അങ്ങ് വിളിച്ച് പറഞ്ഞപ്പോൾ മാറി. എന്നാ ഞാൻ രാവിലെ വിളിക്കാം. നീ ഫുഡൊക്കെ കഴിച്ചില്ലേ? ഓക്കെ അല്ലേടി? ഞാൻ കിടന്നോട്ടെ? മൈൻഡ് ഒരു ഓക്കെ അല്ലാത്ത പോലെ. ആടാ, ഞാൻ കഴിച്ചു. നീയും കഴിക്കണം കേട്ടോ. ഫുഡ് മാത്രമല്ല, മെഡിസിനും. ഇനി അതൊന്നും മറക്കാൻ നിൽക്കണ്ട. എന്നാൽ എൻ്റെ കൊച്ച് നല്ല കുട്ടിയായിട്ട് പോയി കഴിച്ചിട്ട് കിടക്കാൻ നോക്കുക കേട്ടോ. ഹലോ. മെൽവിൻ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. ആടാ, പറ.
എടാ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. എന്നാ പറ്റിയടാ? ടൈസിന് പെട്ടെന്ന് വയ്യാണ്ടായി. അവനിപ്പോൾ എന്താ പെട്ടെന്ന് അങ്ങനെ? എന്നാടാ പറ്റിയത്? അതാ തെണ്ടി അവൻ്റെ ബോയ് ഫ്രണ്ടാ. അവൻ ഇത്ര കാലം അവന് ചതിക്കായിരുന്നടാ. ഹലോ ഹലോ ചായ, എനിക്ക് നിങ്ങൾ അത്യാവശ്യം എന്ന് കാണുന്നു. എന്താടാ? എന്താ വല്ല ഇഷ്യൂ ഉണ്ടോ? ടൈസിൻ്റെ എന്തെങ്കിലും ആണോ? ആ അതെ, ഒന്നുമായി ബന്ധപ്പെട്ടത്. പക്ഷെ അവൻ അറിയില്ല. ഇച്ചാനായിട്ട് അവനോടൊന്നും പറയുകയും വേണ്ട. ആടാ, നമുക്കിന്ന് ഈവനിങ് പാർക്കിൽ വെച്ച് കാണാം. ശരി ചായ. എടാ എന്തുണ്ട് പ്രശ്നം? അത് ചായ കേൾക്കുമ്പോൾ ചെറിയ ഷോക്ക് ഉണ്ടാകും. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആൻ്റണി ആ ചേട്ടൻ്റെ ടൈസിനെ ചതിക്കുമായിരുന്നു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഈ ചായ സത്യം. നിൽക്ക്, ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഏഞ്ചൽ. അവളിന്ന് അവളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി എന്നോട് പറയുമായിരുന്നു. റിലേഷനായിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ കഴിയും. ഇന്നലെ അവൾ എനിക്ക് ഫോട്ടോ കാണിച്ചു തരുന്നേ. ആ ഫോട്ടോ അതുകൊണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി ചായ. ഈ സത്യൻ്റെ ടൈസൺ അറിയുമ്പോഴാണ് അവനത് എങ്ങനെ സഹായിക്കുമെന്നറിയില്ല. എനിക്കറിയില്ല ചായ. അതാ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ. എന്ത് നല്ല പോലെ ആയിരുന്നല്ലോ നമ്മളോടെല്ലാം അവൻ. അവന് ഇങ്ങനൊരു ചതി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതെ ചായ, ഇവന് മാത്രമല്ല, ഒരു BL കൂടെ ഉണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് പറയാമെന്നാ ഞാൻ കരുതി. എടാ, നീ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ പറയുന്നത്? ഈ ചായ തെളിവുകളെല്ലാം അവൻ്റെ എതിരാ. അത് മാത്രമല്ല, ഒരു ടൈസനോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഏഞ്ചലിനോടും മറ്റേ BLനോടും അവൻ ബിഹേവ് ചെയ്യുന്നത്. പറഞ്ഞു വരുമ്പോൾ അവന് സ്വന്തമായിട്ട് ക്യാരക്ടർ പോലും ഇല്ല. മറ്റൊരാളുടെ ക്യാരക്ടർ കടമെടുത്ത് അവൻ സംസാരിക്കുന്നത് പോലും ഒരിക്കൽ പിടിക്കപ്പെടാതിരിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിതൊക്കെ അറിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? എനിക്കറിയില്ല ചായ. അതാ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ. എൻ്റെ കുഞ്ഞിനോട് എനിക്കിതൊന്നും പറയാൻ വയ്യ. അവനായിട്ട് അറിയുമ്പോൾ അറിഞ്ഞാൽ പോരെ. നീ മറ്റാരോടെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ഏയ്, ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ല ചായ. ഇവിടെ ഇത് മെൽവിനോട് പറയണം. കാരണം അവന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് മെൽവിനോടാണ്. ഒരു പക്ഷെ മെൽവിൻ അവനെ ഓക്കെ ആക്കാൻ പറ്റും. എന്തായാലും ഞാൻ മെൽവിനെ വിളിക്കട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ആടാ, ഞാൻ വിളിക്കാം. ഞാനും പോട്ടെ. ഓക്കെ ചായ, എന്തുണ്ടല്ലോ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അത് ഞാൻ അറിഞ്ഞു. മെർവിൻ്റെ ഫ്രണ്ടുണ്ട് ആവു, അവളുമായി ഞാനിതെല്ലാം അറിഞ്ഞു. നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് അതിനു മുമ്പ് എൻ്റെ ചെക്കൻ എന്നോട് പറഞ്ഞിരുന്നു. കരഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നടാ. ഓ, നീ അറിഞ്ഞോ? അതറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ വീക്കായി, ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്തു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. എന്താ എങ്ങനെയാണെന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ബട്ട് ഞാൻ ഓക്കെ ആക്കി വിട്ടതാണോ? ഇപ്പോൾ എനിക്ക് പറ്റണ. എടാ, ഞാൻ വന്നോട്ടെ. എനിക്കിവിടെ നിൽക്കാൻ പറ്റണില്ല. കണ്ണൊക്കെ മങ്ങുന്ന പോലെ. ഏയ്, നീ വരണ്ട. എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നീ ഇപ്പോൾ അവിടെ നിൽക്ക്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒബ്സർവേഷനിലാണ്. ബാക്കി ഞാൻ പറയാം. ഓക്കെ? അപ്പോൾ ശരി, ഞാൻ കോൾ വയ്ക്കുകയാണേ. ആടാ, എന്തുണ്ടെങ്കിലും എന്നെ എന്തായാലും നീ വിളിക്കണം, മറക്കരുത്. ഓക്കെ? വെച്ചോ, കൂടെ ഉണ്ടായിക്കൊള്ളണേ. അല്ല, നിന്റെ ഹോസ്പിറ്റൽ സുഖവാസമൊക്കെ കഴിഞ്ഞോ മോനെ? ആരിത്? ഇടയ്ക്കൊക്കെ അവിടെ പോയില്ലെങ്കിലേ മനസ്സിന് വല്ലാത്തൊരു നീറ്റല. നിന്റെ ആ നീറ്റൽ ഞാനങ്ങ് നിർത്തിത്തരും. അവന് മരിക്കണ പോലും. നിനക്ക് എന്തുണ്ടായിട്ടാ അപ്പം മരിക്കണ്ടേ? നീ എന്താ കുഴിയിലേക്ക് കാല് നീട്ടിയിട്ടാണ് ഇരിക്കുന്നത്?
എന്നോട് ഡൊമിനിക്ക് പറഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് സങ്കടമല്ല ദേഷ്യ വന്നത്. ഇത്രയും കാലം മരിക്കുമെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ട് അവനാ പറഞ്ഞു ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവിക്കും, ഞാൻ സ്ട്രോങ് ആണ്, തേങ്ങയാണ്, മാങ്ങയാണ്. ഇപ്പോൾ നിനക്ക് എന്നാ പറ്റി? നിനക്ക് എന്നാടാ? കൂൾ ബേബി കൂൾ. എന്നാലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. അത് കുറച്ച് നേരത്തെ ആയിക്കൂടെ? അതിനെന്താ? എടാ നിനക്ക് മരിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ഒന്ന് പറഞ്ഞു തരുമോ? നിന്നെ സ്നേഹിക്കാനല്ലേടാ ഈ ചുറ്റിലും ഇത്രയും പേര്. അതല്ലെങ്കിൽ ഞാനില്ലേ നിനക്ക്? എന്റെ സ്നേഹം മനസ്സിലാക്കാതെ പോയ ആ ചെറ്റയ്ക്ക് വേണ്ടിയിട്ട് നീ എന്തിനാടാ? അതെ, അവൻ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ അത്ര സ്നേഹിച്ചതല്ലേ. എൻ്റെ മനസ്സ് എന്നെ സ്നേഹിക്കാൻ എന്നെ ചുറ്റും ഒരുപാട് പേരുണ്ട്. പക്ഷേ മടുത്ത് ഞാൻ മരുന്ന് കഴിച്ച് മടുത്ത്. എടാ എത്ര വർഷമായി ഞാനിത് കഴിക്കുന്നത്, നിനക്ക് വല്ലതും അറിയോ? ചില സമയത്ത് മരുന്നിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ ആവും. ഞാനൊരു ദിവസം എത്ര വട്ടം കുഴിക്കുന്നത് നിനക്കറിയോ? എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ് ചില സമയത്ത്. അപ്പം വിചാരിക്കും ഒന്ന് തീർന്നെങ്കിലെന്ന്. അതിനൊക്കെ ഉപരി തലയ്ക്ക് ചില സമയത്തൊരു ചാതി വേദനയാണ്. അതൊക്കെ പോട്ടെ, ഈ വേദന കൂടുമ്പോൾ ഛർദ്ദിക്കാൻ വരും, അതും ബ്ലഡ്. ഒരു വക കഴിക്കാൻ പറ്റണില്ല, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. അടുത്ത് ഞാൻ ടേ ബേബി കരയല്ലേ? നീ എന്താ വിളിച്ചേ? അത് അറിയാതെ പായല്. സോറി, ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. അതിന് ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞോ? ഞാനെന്താ നീ വിളിച്ചെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ടേ ബേബി എന്ന് വിളിച്ചു. എന്തേ ഇഷ്ടമായില്ലേ വിളിക്കുന്നില്ല, അങ്ങ് മറന്നേ. ഇതെന്തൊരു സാധനം, എനിക്കിഷ്ടമായി. ഐ ലൈക്ക് ഇറ്റ്. നീ അങ്ങനെ വിളിച്ചോ? ഓ ഉത്തരവ് മഹാരാജാവേ. അല്ല, ഇതല്ല ഇവിടുത്തെ സബ്ജക്റ്റ് തെന്നി മാറുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഇത് പറ. നിനക്ക് ഇപ്പം മരിക്കണോ? ഈ സ്നേഹിക്കുന്ന ഞങ്ങളെല്ലാം വിട്ട് നിനക്ക് പോകണോ? എന്താ ഇപ്പം പറയണം നീ. ജീവിക്കാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഒരു സർജറി വേണം. അത് അപ്പോൾ അമേരിക്കയിലെ ഡോക്ടേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ബ്രെയിനിലൊരു ഓപ്പറേഷൻ വേണമെന്നാണ്. നെക്സ്റ്റ് മന്ത് അപ്പോൾ വരും, എന്നെ കൊണ്ടുപോകും. സോ ഓപ്പറേഷൻ അത് കഴിഞ്ഞാലാണ് എല്ലാത്തിൻ്റെയും തീരുമാനം ഉണ്ടാവുന്നത്. അതിന് എന്ത് തേങ്ങയാണാവോ? അതുകൂടി ഒന്ന് മൊഴിഞ്ഞാട്ടെ, കേൾക്കാലോ. അത് വേറൊന്നുമല്ല എൻ്റെ തക്കരേ. ഒന്നുകിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ കോമയിലായിരിക്കും മേ ബി. അല്ലെങ്കിൽ എൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടേക്കാം. അതിപ്പം കുറച്ച് പോകുന്നുണ്ട്, പോട്ടെ. അതും അല്ലെങ്കിൽ പറയണോ, ഈ കാലമാടനെ ഞാനെടുത്ത് വല്ല തോട്ടിലത്. എൻ്റെ കർത്താവേ, എനിക്ക് ക്ഷമനെ തരണേ. നീ പറയണുണ്ടോ? അതായത് രമണ, എനിക്ക് ചിലപ്പോൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചേക്കാം എന്ന് പറ്റി എൻ്റെ തക്കരയുടെ മുഖം വാടിയിരിക്കുന്നു. എടാ, എൻ്റെ ബോഡി പാർട്സൊക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. വല്ല പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിലൂടെയൊക്കെ എനിക്ക് ലോകം കണ്ടൂടെ? എന്താ, നിനക്ക് എൻ്റെ വല്ലതും വേണോ? വേണം. എന്താ, തരുമോ? നിനക്കെന്തിനാ എൻ്റെതൊക്കെ? നിനക്കെല്ലാം ഉണ്ടല്ലോ. നിനക്കെന്താടെ എല്ലാത്തത്? എനിക്കെല്ലാം ഉണ്ട്, ബട്ട് എനിക്ക് നിൻ്റെ വേണം. കിട്ടുമോ? നീ നോക്കൊന്നും വേണ്ട. നീ പോകുമ്പോൾ എനിക്ക് നിൻ്റെ ആത്മാവിനെ തന്നേച്ചും പോവും. അത് നിനക്ക് മാത്രം തന്നാലെങ്ങനെയാ? അപ്പോൾ
എനിക്ക് പ്രേതമായിട്ട് പോയിട്ട് എല്ലാവരും പേടിപ്പിക്കണ്ടേ? നീ എന്തീ പറയണേ? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് പേടിപ്പിക്കണം. അപ്പനെയാണ് ആദ്യം പേടിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആൻ്റണീൻ്റെ അടുത്ത് പോകണം. ഓഹോ, എൻ്റെ അടുത്ത് നീ വരില്ല? എന്തിനാ നിൻ്റെ അടുത്ത് വരുന്നത്? ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ നിൻ്റെ അടുത്ത് വരണം. ഒരു ഡേ ബേബ്. കവിതകളാ കനവുകളാ കയലടി നിഴവതുക കടന്നതുക ബദമൊഴി ഉമ്മയുടെ കൈസം ഉറവാനും വേറെ മുഖം കാറ്റ് നീ മുഴുവൻ പനി നീ ഹൈഷ്, എനിക്കിത് വരുന്നതാണോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്കിത് അല്ലെങ്കിൽ അതുപോലെ ലൈഫ് ലോങ് പാടിത്തരുമോ? പാടിത്തരാമല്ലോ. നീ പോരെ എൻ്റെ കൂടെ? ഞാൻ വരും. എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഗുഡ് ബോയ് ആയി നാട്ടിലെത്തിയിട്ട് വരും ഞാൻ. എന്നിട്ട് നിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നോട് പറഞ്ഞില്ലേ, എൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് ബൈക്കിൽ ഒരു നൈറ്റ് ഡ്രൈവ് നമുക്ക് ഒരുമിച്ച് പോകണ്ടേ? പോകണം. എന്നെ നീ കൊണ്ടുപോകത്തില്ലേ? പിന്നെ കൊണ്ടുപോകല്ലോ. നമുക്ക് ഒരുപാട് ദൂരം പോകണം. ഈ ഭൂമിയുടെ അറ്റത്തോളം പോകണം. എന്നിട്ട് ഇല്ല, എനിക്കെന്തോ വയ്യ, ക്ഷീണം വരുന്നു. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഉറക്കം വരുന്നു. എന്നാ നീ ചാച്ചിക്കോ, ഞാൻ പിന്നെ വരാം. ഐ ലവ് യു ഡിയർ. ലവ് യു സോ മച്ച്. ലവ് യു ടു നിക്ക്. എന്താ നിക്കെന്ന് ഞാനിനി അങ്ങനെ വിളിക്കും. സീക്രട്ട് നെയിമാണോ? ആണെന്ന് കൂട്ടിക്കും. ബട്ട് വേറെ ആരും വിളിക്കാൻ പാടില്ല, എനിക്കിഷ്ടമല്ല. ഇത് ഡേ ബേബിൻ്റെ മാത്രം നിക്കാണ്. ഓക്കെ? എന്നാലേ എൻ്റെ കൊച്ച് മിണ്ടാതെ കിടന്നുറങ്ങിക്കോ. ഞാൻ പിന്നെ വരാം കേട്ടോ. ആരാ വിളിക്കുന്നേ? അത് ഏഞ്ചൽ. മറ്റേ ആൻ്റണീൻ്റെ പാർട്ട്ണറില്ലായിരുന്നു, ആ കൊച്ചാ. അവളിപ്പോൾ എന്നോട് നല്ല കൂട്ടാ, പാവാണ്. അവൻ്റെ ചതിക്കുഴിയിൽപ്പെട്ട 2 ജന്മങ്ങൾ. ഈ അവളായിട്ട് അത്ര ക്ലോസ് ആണോ? ഇനി റിലേഷൻഷിപ്പ്? അങ്ങനെയൊന്നുമില്ല. ബട്ട് അവൾക്ക് ഉണ്ട്. എനിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ പാവമാണ്, കൂടെ കൂട്ടണമെന്നുണ്ട്. അവൻ ചതിച്ചതല്ലേ. അപ്പോൾ തനിച്ചായപ്പോൾ എനിക്കെന്തോ അതിനോടൊരു ഓക്കെ. എന്നാൽ ശരി, ഞാൻ പോവാം. എന്തോ പറ്റി നിക്ക്? എന്താ പോകുന്നേ? കോൾ വന്നിട്ടാണോ? അത് സാരമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. ഉണ്ടാ, അറ്റൻഡ് ചെയ്തോ. ഇമ്പോർട്ടൻ്റ് കോളല്ലേ. ഞാനാരാ? ഞാൻ പൊക്കോളാം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞോ ഇമ്പോർട്ടൻ്റ് കോളാന്ന്? അതിൻ്റെ സംസാരത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഞാനാടാ, ഞാൻ ആരുമല്ല. നീ എന്തൊക്കെ എങ്ങനെയൊക്കെ പറയുന്നേ? എന്താ നിന്റെ പ്രശ്നം? ഓയ് പറ. കുറച്ച് ദിവസമായി ഞാൻ കാണുന്നു. എന്താ നിനക്ക്?
എനിക്ക് ഒന്നും ഇല്ല. നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. ആരെങ്കിലും നിൻ്റെ ലൈഫിലേക്ക് വിളിച്ച് കയറ്റുമോ ഇല്ലാതെ നിർത്തുമോ എന്താ ചെയ്തോ. അത് ചോദിക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഈ ഞാൻ ആരും അല്ല. നീക്ക് മതി. നിന്റെ പ്രശ്നം എന്താ? കുറെ നേരമായി ഞാൻ ഇത് കേൾക്കുന്നു. നീ ഇത്രമാത്രം ദേഷ്യപ്പെടാൻ എന്താ ഉണ്ടായേ? ഒരു കോള് വന്നതാണോ? അതെ, കോള് വന്നത് തന്നെയാ. നീ നീ എന്നേക്കാൾ ഇമ്പോർട്ടൻറ്റ് ആർക്ക് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. വായേ, എന്താ അതിന് കാരണം? ഒന്നുമില്ല. ഡേ, നീ പറയുന്നുണ്ടോ? എന്നെ വെറുതെ പ്രഷർ കേറ്റരുത്. പറ, എന്താ ഞാൻ പറയണ്ടേ? നിന്റെ മനസ്സിൽ നീ മൂടി വെച്ചിരിക്കുന്നത് എന്താച്ചാ അത് പറ. അതെ, ഞാൻ മൂടി വെച്ചേക്കുവാ. കാരണം എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എൻ്റെ ജീവന. അതെ, അങ്ങനെ തന്നെയാ. അതുകൊണ്ടാണല്ലോ ഇതുവരെ കാണാത്ത നിന്റെ മോനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാന്നു, ബൈക്ക് കയറ്റി ട്രിപ്പ് പോവാന്നു, പിന്നെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ നിനക്ക് ഒരുപാട് ക്യാഷ് തരാന്നു ഒക്കെ പറയുന്നത് അതുകൊണ്ടാണല്ലോ. എനിക്കൊരു തേങ്ങയില്ലാത്തതുകൊണ്ടാണല്ലോ അല്ലേ? ആണ്. അതെ, അങ്ങനെ തന്നെയാ. നീ എന്തൊക്കെയാ പറയണേ? യെസ്, ബിക്കോസ് ഐ ലവ് യു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് പറ്റില്ല. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നീ എന്തൊക്കെയാ പറയണേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കും എന്നെ ഇപ്പൊ മനസ്സിലായോ? ഇതൊരു ഫ്രണ്ടിന് കൊടുത്തൂടെ? ഒരു ബ്രദറിന് കൊടുത്തൂടെ? ഓ, ഇവന് ഇവിടെ വാ. ഇപ്പൊ മനസ്സിലായോ എനിക്ക് നിന്നോട് എന്താന്ന്? അതെ, ഞാൻ പിന്നെ വരാം. പോവാണോ? പോണോ? ഇനി ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല. ഞാൻ പോവാം. ഹലോ, എന്താണ് പക്ഷേ ഒരു ഗൗരവം? ഗൗരവമൊന്നുമില്ല. ഞാൻ ഫ്രഷായി വന്നേ ഉള്ളൂ. പറ. ഓഹോ, നമ്മളെ കൂട്ടത്തില്ലേ ഫ്രഷ് ആവാൻ? പടാ, ഇവനിത് ഈ ചെക്കന് വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറയും, വേണമെങ്കിൽ പ്രവർത്തിച്ചും കാണിക്കും. ഞാൻ പറയണതേ എൻ്റെ ചെക്കനോടാ. എന്തേ
ഒന്നുമില്ലേ, ഞാനങ്ങ് തീരെഴുതി തന്നില്ലേ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനായിട്ടൊരു കുഴിയിലേക്ക് എടുത്ത് ചാടിയതല്ലേ. ശരി, ഇപ്പം ഞാൻ കുഴിയായി അല്ലേ? നല്ലതാ. അച്ചോടാ, എൻ്റെ ബേബിക്ക് സങ്കടമായോ? നീ കുഴിയൊന്നല്ല, നീ പത്തരമാറ്റ് തങ്കമല്ലടാ. വേണ്ട, സോപ്പിങ് വേണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചേ. ചോദിച്ചോട്ടെ? നീ ചോദിച്ചോടാ, നിനക്കെന്തും എന്നോട് ചോദിക്കാലോ. ഞാൻ ആൻറ്റീനോടും ആദ്യം ഉണ്ടായിരുന്ന ലെവനോടും ചോദിച്ചത് തന്നെയാണ് നിന്നോടും ചോദിക്കുന്നു. ഞാൻ പെട്ടെന്നങ്ങ് തട്ടിപ്പോയാ നീ എന്നാ ചെയ്യും? ഈ അന്തിപ്പാതിരാക്കിപ്പോൾ വിളിച്ചത് ഇതറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വെച്ചിട്ട് പോയേ. വെക്കല്ലേ, ഇത് പറയടാ പ്ലീസ്. ഞാനല്ലേ ചോദിക്കുന്നേ, പറ. ഓ എൻ്റെ കർത്താവേ, ഇതിനെ കൊണ്ട് നിന്നെയാണോ ഞാൻ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടത്? നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ? നീ തട്ടിപ്പോയി ഞാൻ എന്ത് ചെയ്യണമെന്നോ? ഞാൻ വേറെ ആരെങ്കിലും കിട്ടി സുഖമായിട്ട് ജീവിക്കും. അന്തസ്. പട്ടി, ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? എന്നോട് നിനക്കൊരു സ്നേഹവുമില്ല? ഇല്ല, ഒട്ടുമില്ല. എടാ പൊട്ടാ, ഇങ്ങോട്ട് നോക്ക്. എന്നെ കർത്താവ് ഒത്തിരി പരീക്ഷിച്ചിട്ടുണ്ട്. ചെറുതാകുമ്പോൾ എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ തിരിച്ചിങ്ങോട്ടൊന്നുമില്ല കേട്ടോ, വൺ സൈഡ് ലവായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരാൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ ആളെ ഇഷ്ടം ഞാൻ കണ്ടില്ല, നടിച്ചില്ല. കാരണം നമുക്കറിയാവേ, ഒരാളെ സ്നേഹിച്ചിട്ട് ആൾ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ ഭയങ്കര വേദനയാണെന്ന്. ആ വേദന ഞാൻ മനസ്സിലാക്കി, തിരിച്ച് സ്നേഹിച്ചു. പക്ഷെ അതേ സമയത്താണ് എൻ്റെ അപ്പനും അമ്മച്ചിയും കൂടി ഒരു മരണത്തിനടുത്ത് എൻ്റെ തലയെ കെട്ടി വെക്കുന്നത്. അപ്പം ഞാൻ കരുതി ഇതായിരിക്കും എൻ്റെ യഥാർത്ഥ പ്രണയോ എന്നല്ല, മറ്റതൊക്കെ എന്നെ ജസ്റ്റ് പരീക്ഷിച്ചതായിരിക്കുമെന്ന്. പക്ഷെ എവിടെന്ന്, അതൊരു മൂദേവിയായിരുന്നു. അവൾക്ക് എന്നെ അല്ലായിരുന്നു ആവശ്യം. പറയാൻ പറ്റത്തില്ല. അവൾക്ക് അവളുടെ ഒരു ലോകം തന്നെയായിരുന്നു. അവിടെ ഞാൻ, മക്കള്, ഫോർമാലിറ്റിക്ക് മാത്രം, വേറൊന്നിനുമില്ല. സഹി കെട്ടപ്പോൾ ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ നിന്ന് അങ്ങെടുത്ത് കളഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ലൈഫിലേക്ക് ഇടിച്ച് കയറിയും കൊണ്ട് ഒരു എന്താ പറയുക, ഒരു ടെമ്പോ വണ്ടി, അങ്ങനെ പറയണ്ട, അവളെന്നെ തൂക്കിക്കൊല്ലും. അവളെൻ്റെ ലൈഫിലേക്ക് വരുന്നത് എൻ്റെ പാർവതി. അവൾ വന്ന് സത്യം പറഞ്ഞാൽ അതിനുശേഷം ഞാൻ ചിരിക്കാൻ തുടങ്ങി. എൻ്റെ എല്ലാ വേലത്തരങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന ഒരു സാധനം. ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് തുടങ്ങിയപ്പോൾ അറിയുന്നത്, ഞങ്ങളെപ്പോഴും സംസാരിക്കുമ്പോൾ എന്താ പറയുക, ടെലിപ്പതി എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ്. ഞാനെന്തെങ്കിലും പറയണമെന്ന് വിചാരിക്കുമ്പം അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ ഞാൻ അവളെന്തെങ്കിലും പറയണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പറയും. അവളെന്നെ ഒരു ദിവസം ടെലിപ്പതി ചെല്ലോന്ന് വിളിച്ചു. അത് ഷോർട്ടാക്കി പിന്നെ എപ്പോഴോ ടച്ചുമായി. എനിക്ക് സോളു എന്ന് വിളിച്ചതിനെക്കാട്ടിലും അറൂസേ എന്ന് നീട്ടി വിളിക്കുമ്പോഴാണ് ഇഷ്ടം. എന്നാലും അവളെൻ്റെ സോളുവാണ്, എൻ്റെ എല്ലാമാണ്, മൈൻ. ഇപ്പം ഇതാ ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ ലൈഫിലേക്ക് നീ ഇടിച്ചു കയറി വന്നു. പിന്നെ നീ മരിച്ചു പോയാലുള്ള അവസ്ഥ. എനിക്ക് കർത്താവ് ഒരു ജീവൻ തന്നിട്ടുണ്ട്, അത് ഞാൻ ജീവിച്ചേ മതിയാവും. അങ്ങേര് എൻ്റെ ആയുസ് എന്നാണോ എടുക്കുന്നത് അതുവരെ ഞാൻ ജീവിച്ച് തന്നെ തീർക്കണം. പിന്നെ എന്നെ ആശ്രയിച്ച് ഒരു ജീവനുണ്ട്, അവനെയും എനിക്ക് വളർത്തണ്ടേ. നിൻ്റെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു തരം മരവിച്ച അവസ്ഥയായിരിക്കാം, കുറേ കരയുമായിരിക്കും. പക്ഷേ ഭ്രാന്തൊന്നും ആവത്തില്ല. നിൻ്റെ മറ്റ് പാർട്ട്നേഴ്സ് പറഞ്ഞതുപോലെ മരിക്കുകയില്ല, പറഞ്ഞില്ലേ, ജീവിച്ചേ മതിയാവും. പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ മരണം വരെ, എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്ന അന്ന് വരെ നീ എന്ന ഓർമ്മ, അല്ലെങ്കിൽ നീ എന്ന നീറുന്ന വേദന
എൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഞാൻ കർത്താവിനോടൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് എനിക്കിങ്ങനെ സന്തോഷത്തെ തന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കുന്നത്? എന്തിനാണ് സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ട് ആ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്നത്? ഇതിനേക്കാൾ ഭേദം ഒന്നും തരാതിരിക്കുന്നതല്ലേ? മതി തക്കനെ, കരയണ്ട. എനിക്കറിയാം ഉള്ളി തട്ടിയാ പറയണത്. ജീവിക്കണം. ഒരിക്കലും എന്നെ ആലോചിച്ച് ജീവിതം പായാക്കരുത്. അച്ചുവിന് വേണ്ടി ജീവിക്കണം. അവനെ നന്നായി വളർത്തണം. ആരുടെ മുന്നിലും താഴാതെ സന്തോഷത്തോടെ ഹാപ്പിയായി ജീവിക്കണം. ഞാനങ്ങ് ദൂരെ നിന്ന് എപ്പോഴും നിന്നെ നോക്കിക്കാണും. എന്തിനാണ് നീ കരയുന്നേ? എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. പക്ഷെ അതിന് വലിയൊരു തടസ്സമാവോ? അങ്ങനെയൊന്നുമില്ല. എൻ്റെ ബേബിക്ക് എന്നെ കൂടെ ജീവിക്കാൻ ഇനിയും ഒരുപാട് കാലമുണ്ട്. ഹാപ്പി ആയിരിക്കുന്നേ, ഞാനല്ലേ കൂടെ. എന്താണ് എൻ്റെ തക്കയുടെ മുഖം വാടിയിരിക്കുന്നത്? എന്തു പറ്റി? ഒന്നുമില്ല. ഇന്ന് ഡിസംബർ 9th. 7 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ലൈഫിൽ ഒരു കരിദിനം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ബേബ്, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടോട്ടെ? നീ മറ്റന്നാൾ പോവുകയല്ലേ? അതിന് മുമ്പായിട്ട് ആരും വേണ്ട, ഞാനും നീ മാത്രം. സാധിപ്പിച്ചു തരുമോ ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ? പറ, എന്നാണ് വേണ്ടത്? എൻ്റെ തക്കര് പറയുന്ന എന്തും എന്നാൽ കഴിയുന്നതാണെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരാം. എനിക്ക് നിന്നെ കെട്ടണം. ഓ, കെട്ടാലോ? എന്നാ വേണ്ടേ പറ. ഇന്ന്, ഇപ്പോൾ, ഇത്രയും കാലം ഈ ദിവസം ഞാൻ നശിച്ച ദിവസമായിട്ടാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാ വർഷവും ഈ ദിവസം എനിക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ദിവസമായിട്ട് ആയി മാറ്റണം. അതിന് നീ വിചാരിക്കണം, പ്ലീസ്. ഓക്കെ, വാ, ഞാൻ ഫാദറാവും. നമ്മൾ രണ്ടുപേരും മാത്രം. മുൻപേ വായൻ അൻപേ വാ, കൂടവാ ഉയരേ വാ. മുൻപേ വായൻ അൻപേ വാ, പൂപ്പുവായി പൂപ്പുവാ. நானா கேட்டேன் என்னை நானே, நான் நீயா நெஞ்சம் சொன்னதே. நானா கேட்டேன் என்னை நானே, நான் நீயா நெஞ்சம் சொன்னதே. ഓർക്കുന്നോ വഴിയരികിൽ മഴ തോരും നേരത്തായി മിഴി നിറഞ്ഞരികെ നിന്നു
മുറിവേറ്റ ശലഭം നീ, നിറം നേരാൻ ഞാനരികെ, തുണയേകാൻ ഞാനരികെ, ഇന്നോ ഞാനകലെ, പരലോകം കാണാൻ നീങ്ങുന്നേ. കരയാൻ വയ്യ, നിന്നെ പിരിയാൻ വയ്യ, വിധിയില്ല വരനായി അകലുന്നു ഞാൻ. പാർക്കാമമായ ലോകത്ത് കനവെല്ലാം കനിയും ലോകത്ത് കഴിയാമലയാം കാണാത്ത വരനാം. ജൂപ്പിറ്റർ മഴ നനയം, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വേലൊരു മാളിക കെട്ടാം നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ എന്നരികിലിരിക്കുവാൻ, മാറോടു ചേർന്ന് ഉറങ്ങാൻ നേരമാ. അയ്യോ, എന്നാത്തിനാ എൻ്റെ കടുവ ഇങ്ങനെ ചുമന്നിരിക്കുന്നേ? എന്നാത്തിനാ ദേഷ്യം പിടിച്ചേ? നിന്നെ കാത്ത് കാലം നിൽക്കുന്നില്ലേ? പൊക്കോ, അതല്ലേ പാട പാടിയത്. ഞാനാരാ? മണ്ണ്. നിന്റെ മുന്നിൽ പൊക്കോ. അച്ചോടാ, ചങ്കടം വന്നോ? ചങ്കടം ഞാൻ മാറ്റിത്തരട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. तू ही धूप, तू ही छाँव, तू ही अपना पराया, और कुछ ना जानू, बस इतना ही जानू. तुझ में रब दिखता है यारा, मैं क्या करूं. तुझ में रब दिखता है यारा, मैं क्या करूं. सजदे सर झुकता है यारा, मैं क्या करूं. तुझ में रब दिखता है यारा, मैं क्या करूं. എടാ, ഇതെന്താ ബ്ലഡ്? എന്നെ പറ്റി? ഏയ്, അത് കുഴപ്പമില്ല. അത് നേരത്തെയും പാടി, ഇപ്പം വീണ്ടും പാടില്ലേ. സ്ട്രെയിൻ കൊടുത്തപ്പം വന്നതാ. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഇനി നിൽക്കണ്ട, ഞാൻ വേഗം ഹോസ്പിറ്റലിൽ പോട്ടെ. ഇനി ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല. ഓയ് കിട്ടിയോനെ, ഞാൻ പോവാണ്. ഹോസ്പിറ്റലിൽ പോയി എല്ലാം സെറ്റായിട്ട് ഞാൻ കോൾ ചെയ്യാവട്ടോ. അതുവരെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. ഓക്കേ? ഇച്ച, നീ എഴുന്നേറ്റോ? ആടാ, കുറച്ചേറെ എഴുന്നേറ്റിട്ട്. എന്നാ പറ്റി? നീ വല്ലതും അറിഞ്ഞോ? എന്നാ അറിഞ്ഞോന്ന്? എന്നോടാരും ഒന്നും പറഞ്ഞില്ല. എന്നാടാ? ഇച്ച, നീ മനസ്സിനെ സ്ട്രോങ് ആയിട്ട് വെക്കണം. അത് ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മളെല്ലാവരും വിട്ട് ടൈസൺ പോയി. താനൊക്കെ ഒരുത്തം വന്ന് ചിരിച്ചു കാണിക്കുമ്പോഴേക്കും ഫേക്കാണോ റിയൽ ആണോ എന്നൊന്നും നോക്കാതെ അങ്ങ് വിശ്വസിച്ചിരിക്കുമല്ലേ. എന്നിട്ടിപ്പോ ഇരുന്ന് മോങ്ങുന്നു. നീയും ഇവരെല്ലാം കൂടെ നടത്തുന്ന ഈ ഡ്രാമയിൽ പെട്ടല്ലോ. എല്ലാവരും കൂടി നിന്നെ മുതലെടുക്കുക. ഇപ്പോ ഒടുക്കം നീ ആരായി? എടോ, അവന് നീയൊക്കെ വെറും ടൈം പാസ്സായി. വേറെ ഒരുപാട് ആളുകളായി അവന് റിലേഷൻഷിപ്പ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് നീ. അല്ലാതെ പ്രേമം മൂത്തൊന്നുമല്ല നിന്റെയൊക്കെ പിറകെ നടക്കുന്നത്. നിന്റെ ഈ കൈകൾ ഞാൻ ചേർത്ത് പിടിച്ചത് ഒരിക്കലും വിട്ടുപോകാനായിട്ടല്ല. ശരിയാ, ഞാൻ അകന്നു നിന്നു. അതിൻ്റെ കാരണം ഈ ലോകത്ത് ആരെയൊക്കെ നന്നായി നിനക്കറിയാം.
പക്ഷേ ഇന്ന് നിൻ്റെ ഈ കണ്ണീര് കണ്ട് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാനുണ്ടാവും നിൻ്റെ കൂടെ ഇനി എന്നും ഈ കൈകൾ കോർത്ത് പിടിച്ച്. അന്നും ഇന്നും എന്നും എനിക്ക് നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി എൻ്റെ ലൈഫ്, എൻ്റെ ഈ ജീവിതം തീരുന്നവരെ നീ മതി എനിക്ക്.